ലോകത്തിൽ വളരെ സ്വീകാര്യതയുള്ള ഒരു കാര്യമാണ് താഴ്മ. താഴ്മയുള്ളവരെ പൊതുവെ ലോകത്തില് വളരെ ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ അത് പലപ്പോഴും ഒരു സ്ട്രാറ്റജി ആയിട്ട് അല്ലെങ്കിൽ ഒരു തന്ത്രമായിട്ടും ഇന്ന് മനുഷ്യരെ ഉപയോഗിക്കുന്നുണ്ട്. കാരണം താഴ്മയ്ക്ക് നല്ല വേരോട്ടമുണ്ട്. അതുകൊണ്ട് തന്നെ ക്രിസ്തീയത മുമ്പോട്ട് വെക്കുന്ന യഥാർത്ഥ താഴ്മ എന്തെന്ന് നാം അറിയേണ്ടത് ആവശ്യമാണ്. അതായത് നമ്മുടെ താഴ്മയുടെ അടിത്തറ എന്തിന്മേലായിരിക്കണം നമ്മൾ വെക്കുക. നമുക്കറിയാം, താഴ്മ ആരിൽ നിന്നാണ് പഠിക്കേണ്ടത് നമുക്കറിയാം, എല്ലാവർക്കും അറിയാം. യേശുവിൽ നിന്നാണ്. എന്നിൽ നിന്ന് പഠിക്കുക എന്ന് വ്യക്തമായിട്ട് നമ്മളോട് സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ തന്നെ നമ്മൾ ഈ താഴ്മയുടെ ഏത് തലത്തിൽ നിന്നാണ് നാം തുടങ്ങേണ്ടത്? ഇതേക്കുറിച്ച് കഴിഞ്ഞ ആഴ്ച ആൻഡ്രൂ മുറയുടെ ഒരു പുസ്തകത്തിൽ നിന്നും ചുരുക്കമായിട്ട് റെജി ബദർ ആദ്യം മെൻഷൻ ചെയ്തു, പിന്നെ ജോജി ബദർ അതേപ്പറ്റി സൂചിപ്പിച്ചു പോയ ആ കാര്യത്തിൽ നിന്നാണ് നമ്മളൊരു അടിത്തറ, താഴ്മയുടെ അടിത്തറ കണ്ടെത്തണം. അതിൽ നിന്ന് നമ്മൾ പണിത് മുമ്പോട്ട് പോയാലേ കർത്താവ് ആഗ്രഹിക്കുന്ന ഒരു താഴ്മ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുകയുള്ളൂ. അതേ തുടർന്നേ നമുക്ക് കൃപയിലേക്ക്, ദൈവത്തിന്റെ കൃപ നമ്മളിലേക്ക് വരികയുള്ളൂ. അതുകൊണ്ട് ഇന്ന് എൻ്റെ ഹൃദയത്തിന്റെ ആ താല്പര്യം ഈ താഴ്മ എന്തെന്ന്, യഥാർത്ഥത്തിലുള്ള താഴ്മയുടെ അടിത്തറ എന്തെന്ന് നമ്മൾ മനസ്സിലാക്കുകയും അവിടെ നിന്ന് ക്രിസ്തീയ വളർച്ചയിലേക്ക് ആ താഴ്മയുടെ ഫലങ്ങൾ, ചില ഫലങ്ങൾ, താഴ്മയുടെ എല്ലാ ഫലങ്ങളും നമുക്കിവിടെ ഇന്ന് പറയാൻ എനിക്കും പൂർണ്ണമായി അറിയില്ല. അത് എത്രമാത്രം വലുതാണ്. കൃപയാണ്, താഴ്മയുടെ കൃപ, ഏറ്റവും വലിയ ഫലം കൃപയാണ്. പക്ഷേ എങ്കിൽ ക്രിസ്ത്യ ജീവിതത്തിൽ മുമ്പോട്ട് പോകുമ്പോൾ നമുക്ക് പ്രത്യക്ഷത്തിൽ ഉണ്ടാവേണ്ട ചില ഫലങ്ങളെ പറ്റി പറഞ്ഞ് നമുക്ക് ഈ കാര്യങ്ങൾ ചിന്തിക്കാം. നാം എന്തുകൊണ്ട് താഴ്മയുള്ളവരായിരിക്കണം എന്നാണ് കഴിഞ്ഞ ആഴ്ച നമ്മൾ ചുരുക്കമായിട്ട് കേട്ടു. 3 കാരണങ്ങൾ പറഞ്ഞു. ഒന്ന്, നാം ഒരു സൃഷ്ടിയായതുകൊണ്ട്, മനുഷ്യന് സൃഷ്ടിയായതുകൊണ്ട് നാം താഴ്മയുള്ളവരായിരിക്കണം. രണ്ടാമത് നമ്മൾ കേട്ടു, നാം പാപിയായതുകൊണ്ട് നാം താഴ്മയുള്ളവരായിരിക്കണം. മൂന്നാമത്തെ ഒരു തലം, അതാണ് ഏറ്റവും പ്രധാനം, നാം വിശുദ്ധരായിരിക്കുന്നത് കൊണ്ട് നാം താഴ്മയുള്ളവരായിരിക്കണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നു. നമുക്ക് ഒന്നാമത്തിലേക്ക് വളരെ വേഗത്തിൽ 1ഉം 2ഉം കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കാം. മനുഷ്യൻ കേവലം ഒരു സൃഷ്ടിയായിരിക്കാൻ നാം താഴ്മയുള്ളവരായിരിക്കണം. മനുഷ്യ ജീവിതത്തിന്റെ ക്ഷണികതയും നിസ്സാരതയും ഒക്കെ നമുക്കറിയാം. നമ്മൾ യാക്കോബിന്റെ ലേഖനത്തിൽ നിന്നും ഒരു വാക്യം വായിച്ചാല്, യാക്കോബിന്റെ ലേഖനം 4:14 ഇങ്ങനെയാണ് പറയുന്നത്: നിങ്ങളുടെ ജീവൻ എങ്ങനെയുള്ളത്? അല്പനേരത്തേക്ക് കാണുന്നതും പിന്നെ മറഞ്ഞു പോകുന്നതുമായ ആവിയല്ലോ. അല്ലേ? മനുഷ്യ ജീവിതം നമുക്കറിയാം, അത് ഒരു ആവി പോലെ, അല്പനേരത്തേക്ക് മാത്രം കാണുന്ന ഒരു ആവിയല്ലോ. നല്ല ചിന്തയാണ്. നമ്മളതേക്കുറിച്ച് തിരിച്ചറിവുള്ളവർ ആയിരിക്കേണ്ടത് നല്ലതാണ്. 1 പത്രോസിലും നമ്മൾ 1:24 ഇങ്ങനെ വായിക്കുന്നു: സകല ജഡവും പുല്ലുപോലെയും അതിന്റെ ഭംഗി പുല്ലിന്റെ പൂവ് പോലെയും ആകുന്നു. പുല്ല് വാടി പൂവ് ഉതിർന്നു പോയി. മനുഷ്യ ജീവിതത്തിലെ, അല്ലെ, നമ്മുടെ എല്ലാ പ്രതാപങ്ങളും, അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിന്റെ എല്ലാ സൗന്ദര്യമാകട്ടെ, ആരോഗ്യമാകട്ടെ, എല്ലാം ഇത്രയേ ഉള്ളൂ. പുല്ലിന്റെ പൂവ് പോലെ അത് പുല്ല് വാടുന്നു, പൂവ് കൊഴിഞ്ഞു പോകുന്നു. മനുഷ്യ ജീവിതത്തിന്റെ ആ നിസ്സഹായത, ആ ക്ഷണികത. സങ്കീർത്തനം 144 4-ാം വാക്യം കൂടെ നമുക്ക് നോക്കിയാൽ, മനുഷ്യൻ ഒരു ശ്വാസത്തിന് തുല്യമത്രേ, അവന്റെ ആയുഷ്കാലം കടന്നു പോകുന്ന നിഴൽ പോലെ ആകുന്നു. ഇതെല്ലാം നമുക്ക് ഒരു ദൈവമക്കളും മനുഷ്യരെന്ന നിലയിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട സത്യങ്ങളാണ്. പക്ഷേ ഈ ബോധ്യം നല്ലതാണ്. പക്ഷെ ഈ താഴ്മയുടെ തലം, ഈ ഒരു തലം നമ്മെ ഒരു വിശുദ്ധിയിലേക്ക് കൊണ്ടുപോകാൻ പര്യാപ്തമല്ല, ഒരു ആത്മീയനാക്കുന്നില്ല. ഈ താഴ്മ ലോകത്തിലുള്ള ജ്ഞാനമുള്ള എല്ലാവർക്കുമുള്ള താഴ്മയാണ്. മനുഷ്യന്റെ നിസ്സാരതയെ പറ്റി ബോധ്യമുള്ളവരാണ് ലോകം. ഇങ്ങനെയുള്ള ഒരു
താഴ്മ, മനുഷ്യന്റെ നിസ്സാരതയെക്കുറിച്ചുള്ള ഒരു താഴ്മ, ഒരു സൃഷ്ടിയായതിന്റെ പേരിൽ നമ്മുടെ ക്ഷണികതയെക്കുറിച്ചുള്ള ഒരു ബോധ്യം നമ്മളെ ഒരു വിശുദ്ധിയിലേക്കോ ദൈവത്തിന്റെ കൃപയിലേക്കോ കൊണ്ടുപോകുന്നില്ല. രണ്ടാമത്, നമുക്ക് നാം പാപികളായതിനാൽ നാം താഴ്മയുള്ളവരായിരിക്കണം എന്ന കാര്യവും ചിന്തിക്കാം. നാം പാപികളാണ്, നമുക്കറിയാം. നമുക്കൊരു യോഗ്യതയുമില്ല. നിങ്ങൾ പാടിയതുപോലെ ഒരു യോഗ്യതയുമില്ല, അവിടുത്തെ സ്നേഹത്തിനൊരു അർഹതയുമില്ല, എങ്കിലും അങ്ങ് ഞങ്ങളെ സ്നേഹിച്ചു. പക്ഷെ ഇവിടെ പറഞ്ഞത് പാപികളായതിനാലുള്ള താഴ്മ. റോമൻസ് 3:23 നമുക്കറിയാം, അല്ലെങ്കിൽ 3:12. എല്ലാവരും വഴിതെറ്റി ഒരുപോലെ കൊള്ളരുതാത്തവരായി തീർന്നു, നന്മ ചെയ്യുന്നവനില്ല, ഒരുത്തൻ പോലുമില്ല. നമുക്ക് സകല മനുഷ്യരെയും കർത്താവ് ദൈവം പാപത്തിന്റെ കീഴിൽ അടച്ചു കളഞ്ഞു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. റോമൻസ് 3:23 ഇങ്ങനെ വായിക്കുന്നു, ഒരു വ്യത്യാസവുമില്ല, എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നു. ജെറമ്യായുടെ പുസ്തകത്തിലോ അവിടെ ഒരു ഡെസ്പറേറ്റ് ആയിട്ടുള്ള സിറ്റുവേഷനെ പറ്റി പറയുന്നു, മനുഷ്യന്റെ ആ ഒരു ഡിപ്രൈവിറ്റി. ഇവിടെ അങ്ങനെ വായിക്കാം, 17:9 ഇങ്ങനെ വായിക്കാം, ഹൃദയം എല്ലാറ്റിനേക്കാളും കപടവും വിഷമവും ഉള്ളത്, അത് ആരാഞ്ഞറിഞ്ഞിരുന്നവർ ആര്? The heart is more deceitful than all else and is desperately sick. Who will understand that? Who can understand it? നമ്മളെ കൊണ്ട് തന്നെ മടുത്തു പോകുന്ന അത്രയും നമ്മൾ പാപികളാണെന്നാ ഇവിടെ ജെറമ്യാ പ്രവാചകൻ പറയുന്നു. നമുക്ക് പോലും തിരിച്ചറിയാൻ പറ്റാത്ത വണ്ണം മനുഷ്യഹൃദയം അത്രമാത്രം ഡിസീറ്റ്ഫുൾ ആണ്. പ്രിയപ്പെട്ട, പക്ഷേ ഒരു കാര്യം സഹോദരങ്ങളെ, ഈ നമ്മെ താഴ്ത്തി കളയുന്ന ഈ പാപി എന്ന നിലയിലുള്ള നമ്മുടെ ഈ താഴ്മ നമ്മെ ദൈവകൃപയ്ക്ക് അടുക്കിലേക്ക് കൊണ്ടുപോകുന്നില്ല, അതും നമ്മളെ വിശുദ്ധിയിലേക്ക് നടത്തുന്നില്ല. കാരണം ഒരു ദൈവമകനെ മകളെ സംബന്ധിച്ചിടത്തോളം അത് പാതി സത്യം, അത് സത്യമാണ്, അപ്പോൾ തന്നെ അതിൻ്റെ മുഴുവൻ സത്യവും അതല്ല. അപ്പൊ സ്വയം നമ്മളിങ്ങനെ അപലപിക്കുന്നതിലൂടെയും സ്വയം കുറ്റം വിധിക്കുന്നതിലൂടെ ഒക്കെ എന്താണ് ഉണ്ടാകുക? നമുക്ക് താഴ്മയിൽ തുടരാനാവില്ല എന്ന് തന്നെയല്ല, പകരം നിരാശയും കുറ്റബോധവും, അങ്ങനെ ആ നിലയിൽ സാത്താന് നമ്മളെ അടിമപ്പെടുത്തി കൊടുക്കുന്ന ഒരു ചതിവിലേക്ക് നമ്മളെ കൊണ്ടുപോകും. അപ്പോൾ ഞാൻ പാപിയാണ്, അതുകൊണ്ട് എനിക്കൊരു യോഗ്യതയില്ല. പലപ്പോഴും കുറ്റബോധം കൊണ്ട് തലം കുരിഞ്ഞിരിക്കുന്ന, കർത്താവിന് രക്ഷ അനുഭവിച്ച പ്രിയപ്പെട്ടവർ പോലും ഈ നിലയിൽ കുറ്റബോധത്താൽ സാത്താന്റെ ഇരയായിത്തീരുന്ന കാഴ്ച നമുക്കറിയാം. നമുക്ക് പലയിടത്തും അത് ദൃശ്യമാണ്. ചിലപ്പോൾ നാമും ആ നിലയിൽ ഇങ്ങനെ കുറ്റബോധത്താലൊക്കെ തല കുരിഞ്ഞിരിക്കുന്ന രംഗങ്ങളൊക്കെ നമുക്ക് ഓർക്കാൻ കഴിയും. കാരണം അതും വാസ്തവത്തിൽ അത് നമ്മളെ വിടുവിക്കുന്ന ഒരു കാര്യമല്ല. അത് നമ്മളെ കർത്താവിലേക്ക് അവിടെ നിന്ന് മുമ്പോട്ട് പോയില്ലെങ്കിൽ അതിൽ നിന്നും മുമ്പോട്ട് പോയി നമ്മളെ വിടുവിക്കുന്ന കൃപയാലാണ്. ആ കൃപയിലാണ് നാം താഴ്മ കണ്ടെത്തേണ്ടത്. അവിടെയാണ് ഈ മൂന്നാമത്തെ തലം, നമ്മൾ തുടക്കത്തിൽ പരാമർശിച്ച മൂന്നാമത്തെ തലം, നാം വിശുദ്ധരായിരിക്കുന്നതിനാൽ നാം താഴ്മയുള്ളവരായിരിക്കണം. എന്താ അതിന്റെ അർത്ഥം? നമ്മുടെ താഴ്മ യഥാർത്ഥത്തിൽ ദൈവം നമ്മളിൽ ചെയ്തതിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം. നമുക്കായി ദൈവം ചെയ്തു തന്നത്, നമുക്ക് പരിചിതമായ വാക്യങ്ങളാണെങ്കിലും അത് നമ്മൾ ഓർക്കുന്നതും ദൈവത്തിന് നന്ദി പറയുന്നതും നമ്മളെ കൂടുതൽ താഴ്ത്തുവാനായിട്ട് അതിനെ ഇടയാക്കുന്നതും നല്ലതാണ്. എഫേസ്യ ലേഖനം, ഒത്തിരി വാക്യങ്ങൾ നമുക്ക് നോക്കണ്ട, ഇതിലേക്ക് നമുക്ക് ഇവിടെ നിന്ന് മുമ്പോട്ട് പോകാം. അപ്പോൾ തന്നെ ഈ എഫേസ്യ ലേഖനം 2-ാം അധ്യായത്തിൽ നിന്ന് നമുക്ക് വായിക്കാം. 2-ാം അധ്യായത്തിൽ 1-ാം വാക്യം മുതൽ, അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്ന നിങ്ങളെയും അവൻ ഉയർപ്പിച്ചു. അവയിൽ നിങ്ങൾ മുമ്പേ ഈ ലോകത്തിന്റെ കാലഗതിയെയും ആകാശത്തിന്റെ അധികാരത്തിനും അനുസരണക്കേണ്ട മക്കളിൽ ഇപ്പോൾ വ്യാപരിക്കുന്ന ആത്മാവിനും അധിപതിയായവനെയും അനുസരിച്ച് നടന്നു. അവരുടെ ഇടയിൽ നാം എല്ലാവരും മുമ്പേ നമ്മുടെ ജലമോഹങ്ങളിൽ നടന്നു, ജഡത്തിനും മനോവികാരങ്ങൾക്കും ഇഷ്ടമുള്ളത് ചെയ്തുകൊണ്ട് മറ്റുള്ളവരെ പോലെ പ്രകൃതിയാൽ കോപത്തിന്റെ മക്കളായിരുന്നു. കരുണാസമ്പന്നനായ ദൈവമോ നമ്മെ സ്നേഹിച്ച മഹാസ്നേഹം നിമിത്തം അതിക്രമങ്ങളാൽ മരിച്ചവരായിരുന്നു നമ്മെ ക്രിസ്തുവിനോടുകൂടെ ജീവിപ്പിക്കുകയും കൃപയാലത്രേ നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു. ക്രിസ്തുയേശുവിൽ നമ്മെക്കുറിച്ചുള്ള വാത്സല്യത്തിൽ തന്റെ കൃപയുടെ അത്യന്ത ധനത്തെ വരും കാലങ്ങളിൽ കാണിക്കേണ്ടതിന്
ക്രിസ്തുവേശുവിൽ അവനോടുകൂടെ ഉയർത്തെഴുന്നേൽപ്പിച്ച് സ്വർഗത്തിൽ ഇരുത്തുകയും ചെയ്തു. കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്, അതിനും നിങ്ങൾ കാരണമല്ല, ദൈവത്തിന്റെ ദാനം അത്രയാകുന്നു. ആരും പ്രശംസിക്കാതിരിക്കുവാൻ പ്രവൃത്തികളും കാരണമല്ല. നാം അവന്റെ കൈപ്പണിയായി സൽപ്രവൃത്തികൾക്കായിട്ട് ക്രിസ്തുവേശുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാകുന്നു. നാം ചെയ്തു പോരേണ്ടതിന് ദൈവം അവ മുന്നൊരുക്കിയിരിക്കുന്നു. ഒരുപാട് വാക്യങ്ങൾ വായിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇത്രയും ഭാഗം ആദ്യമേ അങ്ങ് വായിച്ചത്. ഇതിനകത്ത് എല്ലാം ഉണ്ട്. രക്ഷ പൂർണ്ണമായും സൗജന്യം, നമ്മുടെ വിശ്വാസം പോലും, അതിനും നിങ്ങൾ കാരണമല്ലെന്നാ പറയും. നിങ്ങൾ കൃപയാൽ വിശ്വസിച്ചു. ആ വിശ്വാസത്തിന്റെ അടിസ്ഥാനം അവൻ തന്ന വിശ്വാസം, അവന്റെ കരുണയാ, അവന്റെ കരുതലാ, അവന്റെ കൃപയാ, പ്രവർത്തികൾ മൂലമല്ല. നമുക്കതിനകത്ത് അഭിമാനിക്കാനൊന്നുമില്ല. കരുണാസമ്പന്നായ ദൈവത്തിന്റെ മഹാസ്നേഹം. പ്രിയപ്പെട്ടവരെ, അവിടെ നമ്മൾ വിളിച്ചിരിക്കുന്നത് എന്തിനാണ്? അവിടെ 1-ാം അധ്യായത്തിൽ അതിന്റെ പർപ്പസും നമ്മൾ പറയുന്നുണ്ട്. 4-ാം വാക്യം 1-4, നാം തന്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരുമാകേണ്ടതിന് ലോകസ്ഥാപനത്തിന് മുമ്പേ നമ്മെ അവനിൽ തിരഞ്ഞെടുക്കുകയും, അങ്ങനെ താഴേക്ക് വായിച്ചു പോകുന്നു. അത് തന്നെയാണ് നമ്മൾ റോമർ 8:29 വായിക്കുന്നത്. എന്റെ പുത്രൻ അനേകം പുത്രന്മാരിൽ ആദിജാതനാകേണ്ടതിന് അവന്റെ സ്വരൂപത്തിന് അനുരൂപരാകാനായിട്ട്. നമുക്ക് ഈ വിശുദ്ധിയിലേക്കുള്ള വിളി, നമുക്ക് ഈ വിശുദ്ധിക്കായിട്ട് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നു. അത് ദൈവം ചെയ്തിരിക്കുന്നു. ആ ദൈവം ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ ആണ് യഥാർത്ഥത്തിൽ നമ്മുടെ താഴ്മയുടെ നമ്മൾ അടിത്തറയിടേണ്ടത്. അവിടുന്ന് അല്ലാതെ നമ്മൾ നാം പാപിയാണെന്നുള്ള അടിത്തറയിൽ അല്ല നമ്മൾ കെട്ടേണ്ടത്. അത് നമ്മളെ കൃപയിലേക്ക് കൊണ്ടുവരികയില്ല. അത് നമുക്ക് തീർച്ചയായും ഈ രണ്ട് കാര്യങ്ങൾ നമുക്ക് തീർച്ചയായിട്ടും നമ്മൾ അറിയണം. നമ്മൾ മനുഷ്യ ജീവിതത്തിൽ നിസ്സഹായതയും അല്ലെങ്കിൽ ക്ഷണികതയും പാപിയാണെന്നുള്ള നമ്മുടെ അയോഗ്യതയും അറിയുമ്പോൾ തന്നെ അവിടെ നിൽക്കാതെ, അത് ദൈവം നമുക്കായിട്ട് ചെയ്ത ആ സൗജന്യ രക്ഷ, ദൈവത്തിന്റെ പദ്ധതിയിലേക്ക് നമ്മൾ വന്ന് അവൻ നമുക്ക് വേണ്ടി ചെയ്തത് മുഴുവൻ കണ്ട് ആ ഹൃദയത്തകർച്ചയോടെ അവിടെ ആ താഴ്മയിലേക്ക് നമ്മൾ വരുമ്പോഴാണ് ദൈവത്തിന്റെ കൃപ നമ്മളെ വിശുദ്ധരാക്കുന്നത്. ഇതാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ കേട്ടു, സ്ഥാനീയമായ വിശുദ്ധി. ഈ താഴ്മയാണ് നമ്മളുടെ യഥാർത്ഥമായ ക്രിസ്തീയ താഴ്മ. ദൈവമുമ്പാകെയുള്ള ഇങ്ങനെയൊരു താഴ്മയുടെ ലക്ഷണം എന്താണ്, അല്ലെങ്കിൽ അതിനുള്ള അടയാളം? നാം തീർച്ചയായും മനുഷ്യന്റെ മുമ്പിലും താഴ്മയുള്ളവരായിരിക്കും എന്നുള്ളതാണ്. അപ്പൊ ദൈവമുമ്പാകെ ഈ വിശുദ്ധിയുടെ അടിസ്ഥാനത്തിൽ, ദൈവം എനിക്ക് വേണ്ടി ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ എന്നെ തന്നെ താഴ്ത്തി ദൈവമുമ്പാകെ ഏൽപ്പിക്കുമ്പോൾ അതെന്നിൽ പ്രവർത്തിക്കുന്നുള്ളതിന്റെ പ്രത്യക്ഷത്തിലുള്ള അടയാളം ഞാൻ മനുഷ്യന്റെ മുമ്പിലും താഴ്മയുള്ളവനായിരിക്കും എന്നുള്ളതാണ്. അപ്പൊ എന്താണ് അതിന്റെ ഫലം? എന്താ? നമുക്ക് ദൈവത്തോടും മനുഷ്യരോടും ഒരു സ്പർശ്യതയുള്ള മനസ്സാക്ഷി ഉണ്ടാവും. വളരെ സ്പർശ്യതയുള്ള മനസ്സാക്ഷി അല്ലേ? നമുക്ക് അപ്പസ്തോല പ്രവൃത്തികളിൽ 24 പൗലോസ് അപ്പസ്തോലന് ഇങ്ങനെ പറയുന്നുണ്ടല്ലോ, ഫെലിക്സിന്റെ മുമ്പിൽ പറയുമ്പോ ഇങ്ങനെ പറയുന്നു, അതുകൊണ്ട് എനിക്ക് ദൈവത്തോടും മനുഷ്യരോടും കുറ്റമില്ലാത്ത മനസ്സാക്ഷി എപ്പോഴും ഉണ്ടായിരിക്കാൻ ഞാൻ ശ്രമിക്കുന്നു. എപ്പോഴും, ഓൾവേസ്, എപ്പോഴും ശ്രമിച്ചുകൊണ്ടേയിരിക്കും. ആ സ്പർശ്യതയുള്ള ഹൃദയം, സ്പർശ്യതയുള്ള മനസ്സാക്ഷി താഴ്മയുടെ ലക്ഷണമാണ്. വിശ്വാസത്തിന്റെ കൂടെ ആ സ്പർശ്യതയുള്ള മനസ്സാക്ഷി വളരെ. അപ്പൊ ഈ താഴ്മയാണ് യഥാർത്ഥത്തിൽ, ഈ താഴ്മയാണ് ക്രിസ്തീയത മുമ്പോട്ട് വയ്ക്കുന്ന താഴ്മ. പ്രിയപ്പെട്ടവരെ, നമ്മളിത് അറിയുകയും നമ്മൾ ഇതേപ്പറ്റി നമുക്ക് ബോധ്യമുള്ളവരുമായിരിക്കണം. മറ്റെന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മാനുഷികമായ താഴ്മയാണ്. ദൈവം തന്റെ കരുണയിൽ പാപികളായി നമ്മെ സ്നേഹിച്ച് നമ്മളെ രക്ഷിച്ച് ദൈവത്തിന്റെ സിംഹാസനത്തിന്റെ വലതുഭാഗത്തിരിക്കുന്ന കർത്താവിന്റെ മടിയിൽ സ്വർഗീയ സ്ഥലങ്ങളിലാക്കി വെച്ചിരിക്കുന്നവരുടെ സ്നേഹത്തിന്റെ മുമ്പിൽ നമ്മൾ തകരുന്നതാണ് യഥാർത്ഥത്തിൽ താഴ്മ. അപ്പൊ ഇങ്ങനെയുള്ള താഴ്മ നമുക്ക് തരുന്ന പ്രയോജനങ്ങൾ എന്തൊക്കെയാ? ഒന്ന്, ഈ താഴ്മ നമ്മെ ദൈവമുമ്പാകെ മാത്രം ജീവിക്കുന്നതിനാകുവാൻ പഠിപ്പിക്കും. നമ്മൾ ദൈവത്തിന്റെ മുമ്പിൽ മാത്രം, നമുക്ക് ഒരാളെ മാത്രമേ, നമുക്കൊരുവരും മാത്രമായിട്ട് മാത്രമേ നമുക്ക് കാര്യമുള്ളൂ. അപ്പൊ തന്നെ നമ്മൾ പറഞ്ഞു, മനുഷ്യനോടും നമ്മൾ താഴ്മയുള്ളവരായിരിക്കും. പക്ഷെ നാം ജീവിക്കുന്ന ദൈവം മുമ്പാകെയാണ്. രണ്ടാമത് മറ്റൊരു പ്രത്യേകത, ഈ സ്പർശ്യതയുടെ ഒരു ഗുണം, വളരെ വേഗത്തിൽ നമ്മൾ നിരപ്പ് പ്രാപിക്കും. വേഗത്തിൽ നമ്മൾ മടങ്ങി വരും, വീണെടുത്ത് കിടക്കുകയല്ല.
ന്യായീകരണങ്ങൾ പറയല. അയ്യോ ഞാൻ വീണ്ടും പാപം ചെയ്തേ, ഇനി എനിക്ക് രക്ഷയില്ലെന്ന് നമ്മൾ ഇരിക്കുകയില്ല. നമ്മൾ എഴുന്നേറ്റ് കർത്താവിൻ്റെ അടുത്തേക്ക് ഓടും. ആ സ്പർശ്യതയുള്ള മനസ്സാക്ഷി പോലെ തന്നെ കർത്താവിൻ്റെ അടുക്കലേക്ക് മടങ്ങി വരാനുള്ളൊരു വേഗത നമുക്കുണ്ടാവും. മൂന്നാമത്, മനുഷ്യന്റെ മാനം അല്ലെങ്കിൽ പ്രൈഡിനെ നമ്മൾ സാറ്റിസ്ഫൈ ചെയ്യല. മനുഷ്യന്റെ മാനം അന്വേഷിക്കുന്ന ആ കാര്യത്തിൽ നിന്നും നമ്മൾ തടയും. നമ്മൾ മനുഷ്യന്റെ മാനം അന്വേഷിക്കുന്ന, ലോകത്തിൽ നിന്ന് അന്വേഷിക്കുന്ന, ലോകത്തിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ നിന്ന് പോകും. നമ്മൾ ഐസയിൽ നല്ലൊരു വാക്യം ഇങ്ങനെ വായിക്കാം. യെശയ്യാവ് 33:14 വാക്യം ഇങ്ങനെയാണ്. അതിന്റെ മധ്യഭാഗം: നമ്മിൽ ആര് ദഹിപ്പിക്കുന്ന തീയുടെ അടുക്കൽ പാർക്കും? നമ്മിൽ ആര് നിത്യദഹനങ്ങളുടെ അടുക്കൽ പാർക്കും? ഈ എപ്പോഴും മാനസാന്തരത്തിന്റെ ഒരനുഭവം, കർത്താവിന്റെ അടുക്കൽ ആ വിശുദ്ധീകരിക്കുന്ന അഗ്നിയുടെ അടുക്കലേക്ക്, ആ പരിശുദ്ധാത്മാവിന്റെ തീയിലേക്ക്, കുരികൽ പക്ഷി മീവൽ പക്ഷിയെ പോലെ കർത്താവിന്റെ യാഗപീഠത്തിൽ തന്നെ ഞാൻ ആയിരിക്കും. ആ ചൂട്, ആ ദഹിപ്പിക്കുന്ന, എന്നെ വിശുദ്ധീകരിക്കുന്ന നിരന്തരം വിശുദ്ധീകരണത്തിനായിട്ടുള്ള ദാഹം നമ്മളിലുണ്ടാവും. യഥാർത്ഥമായ ക്രിസ്തീയ താഴ്മ നമ്മളിലുണ്ടെങ്കിൽ. ഒരു കാര്യം കൂടെ ഉള്ളത് മാനസാന്തരം. ഒരു കാര്യം കൂടെ അല്ല, പല കാര്യങ്ങളുണ്ടാവും. ഞാൻ കണ്ടെത്തി അല്ലെങ്കിൽ എനിക്ക് മനസ്സിലായ ചില കാര്യങ്ങളിലൊന്നും ചിലതാണ് പറയുന്നത്. മാനസാന്തരത്തിന്റെ ഫലം നമ്മളിൽ കാണും. നമ്മൾ മത്തായിയുടെ ലൂക്കോസിന് സുവിശേഷം 3-ാം അധ്യായത്തിന്റെ 8-ാം വാക്യം യോഹന്നാൻ സ്നാപകൻ പറയുന്നുണ്ട് അല്ലെ, മാനസാന്തരത്തിന്റെ ഫലം കായ്ക്കുവിൻ, മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്ക്കുവിൻ. അതൊരു കൽപ്പനയാണ്. മാനസാന്തരത്തിന്റെ യോഗ്യമായ ഫലം കായ്ക്കുക എന്നുള്ളത് ദൈവം നമ്മളിൽ നിന്നും ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ നമ്മൾ പ്രോമിസ് അല്ല, ഒരു പ്രോമിസ് അല്ല, അത് കൽപ്പനയാണ്. അപ്പൊ യഥാർത്ഥമായ താഴ്മ നമ്മളിലുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെയുള്ള ചില ഫലങ്ങളും നമ്മുടെ ജീവിതത്തിൽ നിന്ന് പുറപ്പെടും. മാനസാന്തരം കൊണ്ടുവരുന്ന ചില ഫലം, 1-2 ഫലങ്ങളെ പറ്റി ചിന്തിച്ച് ഞാൻ ഈ ചിന്ത അവസാനിപ്പിക്കാമെന്ന് കരുതുന്നു. മാനസാന്തരം കൊണ്ടുവരുന്ന ചില ഫലം, 1, രക്ഷയുടെ സന്തോഷം. ഓരോ മാനസാന്തരവും നമ്മളെ രക്ഷയുടെ സന്തോഷത്തിലേക്ക് കൂടുതൽ കൊണ്ടുവരും. ദാവീദിന്റെ സങ്കീർത്തനം അല്ലെ, ദാവീദ് ഏറ്റു പറഞ്ഞപ്പോ എന്താ പറഞ്ഞത്? രക്ഷയുടെ സന്തോഷം എനിക്ക് മടക്കി തരണമേ. നമുക്ക് ഒരു പഴയ നിയമ ഭക്തനാ, കർത്താവിന്റെ ഹൃദയപ്രകാരമുള്ള ഒരു മകനായതുകൊണ്ട് താൻ മടങ്ങി വന്നപ്പോ തന്റെ ജീവിതത്തിലെ ആഗ്രഹത കർത്താവെ രക്ഷയുടെ സന്തോഷം. നമുക്ക് 51-ാം അധ്യായത്തിൽ 51-ാം സങ്കീർത്തനം 51-ൽ നിന്ന് നമുക്കൊരു വാക്യം ചിന്തിക്കാം. ല് 8-ാം വാക്യം ഇങ്ങനെയാ വായിക്കുന്നത്: സന്തോഷവും ആനന്ദവും എന്നെ കേൾക്കുമാറാകണമേ. അത് അനുതാപ സങ്കീർത്തനം, നമുക്കറിയാം അല്ലെ, ദാവീദിന്റെ അനുതാപ സങ്കീർത്തനമാണ് 51-ാം അധ്യായം. നാഥാൻ പ്രവാചകൻ തന്നെ ദൈവമുമ്പാകെ എക്സ്പോസ് ചെയ്തപ്പോ താന് അതുമായിട്ട് ബന്ധപ്പെട്ട് എഴുതിയൊരു തന്റെ ഹൃദയത്തിന് നിലവിളി ആ നിലയിൽ എഴുതി വെച്ചിരിക്കുന്ന ഈ സങ്കീർത്തനം. സന്തോഷവും ബലവും എന്നെ കേൾക്കുമാറാക്കണമേ, നീ ഒടിച്ച അസ്ഥികൾ ഉല്ലസിക്കട്ടെ. നീ ഒടിച്ച അസ്ഥികൾ ഉല്ലസിക്കട്ടെ. എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ അസ്ഥികൾ ഉല്ലസിക്കുന്നതിൽ? ഒടിച്ച അസ്ഥികൾ അല്ലെ, നമ്മുടെ ജോഷുവ എന്നല്ലേ, ജോഷുവ അസ്ഥി ഒരു ചെറിയ പൊട്ടൽ, അത് അന്നേരം നമ്മൾ ഞരങ്ങാണോ ഉല്ലസിക്കാണോ ചെയ്യുക? അസ്ഥി ഒടിയുമ്പോ ഒരിക്കലും ഉല്ലസിക്കാൻ പറ്റില്ല. ലോകത്തിന് മനസ്സിലാകുന്ന ഒരു കാര്യമല്ല അസ്ഥി ഒടിയുമ്പോൾ ഉല്ലസിക്കുക. ദാവീദ് പറയാ, അസ്ഥി നീ ഒടിച്ച അസ്ഥികൾ. ആരാ ഒടിച്ചേ? അവിടുന്ന് ഒടിച്ച, ദൈവം ഒടിച്ച അസ്ഥികൾ. പ്രിയപ്പെട്ടവരെ, 31-ാം സങ്കീർത്തനത്തില് ദാവീദ് മറ്റൊരു കാര്യം പറയുന്നുണ്ട്. 31-ാം സങ്കീർത്തനം നമ്മൾ വായിക്കുമ്പോ 32-ാം സങ്കീർത്തനം, അതും ഈ ഒരു കാര്യത്തിൽ തന്നെ ദൈവത്തിന്റെ പാപക്ഷമ പ്രാപിച്ച ഒരു കാര്യമായിട്ട് തുടങ്ങി. എങ്കിലും അതിനിടയിലും ദാവീദ് പറയുന്ന ഒരു കാര്യമുണ്ട്: ഞാൻ മിണ്ടാതെ ഇരുന്നപ്പോൾ നിത്യമായ ഞരക്കത്താൽ എൻ്റെ അസ്ഥികൾ ക്ഷയിച്ചുപോയി.
എനിക്ക് ഇവിടെ ഒളിച്ചപ്പം സന്തോഷിച്ച ഒരാളാ, പക്ഷേ ഇവിടെ അസ്ഥികൾ ക്ഷയിച്ചു പോയി. രാവും പകലും നിന്റെ കൈ എന്റെ മേൽ ഭാരമായിരുന്നു. എന്റെ മജ്ജ വേനൽക്കാലത്തിലെ ഉഷ്ണത്താൽ എന്ന പോലെ വറ്റിപ്പോയി. എന്നിട്ട് പറയാ, ഞാൻ എന്റെ പാപം നിന്നോട് അറിയിച്ചു, എന്റെ അകൃത്യം മറച്ചു വെച്ചതുമില്ല. എന്റെ ലംഘനങ്ങളെ യഹോവയോട് ഏറ്റു പറയുമെന്ന് ഞാൻ പറഞ്ഞു, അപ്പോൾ നീ എന്റെ പാപത്തിന്റെ കുറ്റം ക്ഷമിച്ചു തന്നു. ഇത് നിമിത്തം ഓരോ ഭക്തനും കണ്ടെത്താവുന്ന കാലത്ത് നിന്നോട് പ്രാർത്ഥിക്കും. അപ്പൊ നമുക്ക് രണ്ട് കോൺട്രഡിക്ടറി ആയിട്ട് രണ്ട് കാര്യങ്ങൾ. ഒരിടത്ത് അസ്ഥി ക്ഷയിക്കുന്നു, മജ്ജ പോലും വേനൽക്കാലത്തെ ഉഷ്ണം കൊണ്ട് പറ്റുന്നത് പോലെ പറ്റിപ്പോകുന്നു. മറ്റൊരിടത്ത് ദൈവം ഒടിച്ച അസ്ഥികൾ ഉല്ലസിക്കുന്നു. എന്റെ അസ്ഥികൾ ആ നിലയിൽ ക്ഷയിച്ചു പോയി, അസ്ഥി ഉരുകിപ്പോയി, അല്ലെങ്കിൽ മജ്ജ ഉരുകിപ്പോയി എന്ന് പറയുമ്പോ ഇന്ന് ബോൺ ക്യാൻസറിന് സമീപം അത്രമാത്രം ടെറിബിൾ പെയിനാണ്. ഞാൻ ഏറ്റുപറയാത്തൊരു പാപം. കാരണം ദാവീദ് സൂക്ഷിച്ച നിർമ്മലമായ ഒരു മനസാക്ഷി അവൻ ഉണ്ടായിരുന്നു. അവിടെ നിന്നാണ് അവൻ വീണുപോയത്. അതുകൊണ്ട് ആ സ്പർശ്യത അവന്, ഈ നാഥാൻ പ്രവാചകൻ വരുന്നിടം വരെയും അവന്റെ ഹൃദയം ഇങ്ങനെ സന്തോഷിച്ച് അടുത്ത ഇരയെ തപ്പി നടക്കുകയായിരുന്നില്ല, മറിച്ച് അവന്റെ അസ്ഥികൾ ഉരുകുകയായിരുന്നു എന്നാണ് താൻ ഏറ്റു പറയുന്നത്. നമുക്ക് ദാവീദിന്റെ ഹൃദയം അങ്ങനെയാണ് നമുക്ക് മനസ്സിലാകുന്നത്. പക്ഷെ ദാവീദിനെ എക്സ്പോസ് ചെയ്തപ്പോ, ദൈവം നാഥാൻ പ്രവാചകനോട് എക്സ്പോസ് ചെയ്തപ്പോ അവിടെ എന്താ പറ്റിയേ? അവിടെ അവന്റെ അസ്ഥികൾ ഒടിക്കുന്നതിന് തുല്യമായിരുന്നു. അവന്റെ അസ്ഥി ഒടിച്ചു, പക്ഷേ അതവൻ ഉല്ലാസം കൊണ്ടുവന്നു. സന്തോഷവും ആനന്ദവും അവനെ കേൾക്കുമാറാക്കി. ഇവിടെ ഈ അസ്ഥി എന്താ? അസ്ഥി നമ്മൾ മനസ്സിലാക്കണം, അത് പ്രൈഡാണ്, അവന്റെ അഹങ്കാരം. ദൈവം ഒടിച്ച അസ്ഥി ദാവീദിന്റെ അഹങ്കാരമാണ്. എന്താണ്? താന് രാജാക്കന്മാർ യുദ്ധത്തിന് പോകുന്ന കാലഘട്ടത്ത് താന് തന്റെ അരമനയിൽ ഇങ്ങനെ ഉല്ലസിക്കുക, അവൻ വിശ്രമിക്കുക. തന്റെ പടയാളികളെല്ലാം യുദ്ധക്കളത്തിലാണ്, തന്റെ വിശ്വസ്തന്മാരെല്ലാം അവിടെയാണ്. താൻ നോക്കുക, അവൻ ആരാണ്? ആട്ടിൻകൂട്ടത്തിനിടയിൽ നിന്ന് ദൈവം വിളിച്ചുകൊണ്ടുവന്ന ഇസ്രായേലിന്റെ രാജാവ് ഹൃദയത്തില് ഞാൻ രാജധാനിയിലാണ്. ആ ഒരു പ്രൈഡ്. അപ്പൊ നോക്കുമ്പോ ഒരു സ്ത്രീ ആ നിലയിൽ പോകുന്നു. നോക്കുമ്പോ അവളെന്റെ പ്രജയാണ്, പ്രജയുടെ അവകാശിയാരാണ്, ഉടമസ്ഥനാരാണ്? രാജാവാണ്. ഞാൻ ഇസ്രായേലിന്റെ രാജാവാണ്. നോക്ക്, ആ പ്രൈഡാണ് ദാവീദിനെ വീഴ്ച. ഈ പ്രൈഡാണ് അവൻ ആ തെറ്റിലേക്ക് പോയത്. ആ പ്രൈഡാണ്. ലോകത്തിൽ നമുക്ക് താഴ്മയില്ലാത്തടത്തോളം കാലം, നമുക്ക് പ്രൈഡ് ഉള്ളിടത്തോളം കാലം പാപത്തിന്റെ മുഴുവൻ ഉത്തരവാദിത്വവും നമ്മൾ ഉണ്ടെങ്കിൽ ഈ നമ്മളുള്ള പ്രൈഡ് അവിടെ ഉള്ളത് കൊണ്ടാണ്. നമ്മൾ പ്രൈഡ് ഉണ്ടോ, നമ്മൾ പാപത്തിൽ വീഴും. അതുകൊണ്ട് എത്ര ഗൗരവമായിട്ട്, അതായത് ആൻഡ്രൂ മുറെ എഴുതിയ പുസ്തകത്തിൽ ഇങ്ങനെ ഞാൻ വായിച്ചു, അല്ലെങ്കിൽ ആ ഒരു ചെറിയ നോട്ടിനകത്ത് വായിച്ചു. അതായത് പാപം മുഴുവനും, ഈ പ്രൈഡ് മുഴുവനും നരകത്തിൻ്റെതാണ്, താഴ്മ മുഴുവനും സ്വർഗത്തിൻ്റെതാണ്. അപ്പം ദാവീദ് ഇത്ര ഗൗരവമായ പാപത്തിൽ വീണെങ്കിൽ, പ്രിയപ്പെട്ടവരെ, അത് അവന്റെ അഹങ്കാരമാണ്. അത് നമുക്ക് അത് അവന്റെ പ്രൈഡായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. നമ്മളിലും പ്രിയപ്പെട്ടവരെ ഈ സ്വയബലവും ഈ ഒരു പ്രൈഡും എത്രമാത്രം ഉണ്ടെന്ന് നാം മനസ്സിലാക്കണം. ഞാൻ ഇങ്ങനെ ഓർക്കാം, 3000 വർഷമായി ദാവീദ് ഈ ഭൂമിയിൽ ജീവിച്ചിട്ട്. 3000 വർഷം, 3000 വർഷവും സകല ബൈബിൾ വായിക്കുന്ന ഓരോ വ്യക്തിയും ദാവീദിന്റെ ഈ പാപം അവന്റെ വായിക്കാറുണ്ട്. സോ മച്ച് എക്സ്പോസ്ഡ്. പക്ഷെ അവന്റെ അസ്ഥി ഒടിഞ്ഞപ്പോ, തന്നെ എക്സ്പോസ് ചെയ്തപ്പോ അവന്റെ ഹൃദയത്തിൽ സന്തോഷമാണ് ഉണ്ടായത്. ആ താഴ്മയിലേക്ക് അവൻ മടങ്ങി വന്നു എന്നാണ് അതിനർത്ഥം. സ്പർശ്യതയുള്ളൊരു മനസ്സാക്ഷി ദൈവം അവന് കൊടുത്തിരുന്നു. വേഗത്തിൽ മടങ്ങി വന്നു, വേഗത്തിൽ ആ റെസ്റ്റോറേഷൻ സംഭവിച്ചു. താന് അതുകൊണ്ട് ഒടിക്കപ്പെട്ട അസ്ഥിയിൽ സന്തോഷിക്കുന്ന ഒരുവൻ. പ്രിയപ്പെട്ടവരെ, ഞാനും ആ നിലയില്, നമ്മളിലെല്ലാം ഈ പല വിധത്തില് ഈ അസ്ഥികൾ ഒടിക്കുന്ന, കർത്താവ് അടിച്ചുകൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളുണ്ട്, നമ്മൾ അറിയാതെ പോകരുത്. ഇന്നലെ എൻ്റെ ജീവിതത്തിൽ ഇന്നലെ ഈ അസ്ഥിയെ പറ്റി ചിന്തിച്ച്, രാവിലെയാണ് ഇന്നലെ ഇത് ചിന്തിച്ചത്. ഈ ചിന്തിച്ചുകൊണ്ടിരുന്നപ്പോൾ തന്നെ ദൈവം ഒരു പരീക്ഷ. ഇന്നലെ രാവിലെ ഞാൻ റെജി ബദർ പോയപ്പോ സന്തോഷ് ബദറിനോട് പറഞ്ഞു, ഡെയിലി ഡിവോഷൻ ബദറൊന്ന് ഇടണം. ഞാൻ ചെയ്തോളാം ബദറെ.
അപ്പൊ ഞാൻ എൻ്റെ മനസ്സിൽ വന്ന ചിന്ത എന്നറിയും, ഇത് എല്ലാ ദിവസവും രാവിലെ കൃത്യം 4:30 4:30 എന്നൊരു സമയം ഉണ്ടെങ്കിൽ എല്ലാവരുടെയും ഫോണിൽ ഇത് വരണം. എല്ലാവരും എഴുന്നേൽക്കുമ്പോൾ എല്ലാവരും ഇത് കാണണം. ഇത് കണ്ട് എഴുന്നേക്കണം. നേരത്തെ എഴുന്നേൽക്കുന്നുണ്ടാവും, താമസം 4:30 അവൈലബിൾ ആക്കണം ഇത്. അപ്പൊ എൻ്റെ ഒരു നിശ്ചയമാണ്. കാരണം വെച്ചാൽ ഞാൻ നേരത്തെ എഴുന്നേൽക്കുന്ന ആളാണ്. അപ്പൊ ഞാൻ രാവിലെ എഴുന്നേറ്റ് ഈ കാര്യങ്ങൾ 4:25 ഞാൻ തുടങ്ങി ഡൗൺലോഡ് ചെയ്യാൻ നോക്കുന്നു. ഞാൻ CFC സാധാരണ യൂട്യൂബിൽ നിന്നാണ് ഞാൻ സാധാരണ എഴുന്നേക്കുമ്പോൾ പറഞ്ഞാൽ ഇത് കേട്ട് ആണ് എഴുന്നേക്കുക. അപ്പം യൂട്യൂബിൽ നിന്നാണ് ഞാൻ ഡൗൺലോഡ് ചെയ്യുന്നത്. യൂട്യൂബിൽ നോക്കുമ്പോൾ അന്ന് ആരും അതിന് ലിങ്ക് കണ്ടില്ല. പിന്നെ ബാംഗ്ലൂർ CFCയുടെ സൈറ്റിൽ നോക്കി, അവിടെയും ഇത് വന്നിട്ടില്ല. ഞാൻ ഈ വർഷങ്ങളായിട്ട് ഞാൻ തന്നെ യൂട്യൂബിൽ നിന്ന് എടുത്ത് കേൾക്കുക. ചർച്ചയിൽ നിന്ന് വരുന്നവർ വരെ വെയിറ്റ് ചെയ്യാറില്ല. ചിലപ്പോൾ നേരത്തെ ചർച്ചയിൽ നിന്ന് വരാറുണ്ട്. ഇല്ലെങ്കിലും ഞാനിത് ആദ്യമായി ചെയ്യുന്ന ഒരു കാര്യമാണ്. ഡിവോഷൻ മലയാളം മാത്രം വരുമ്പോൾ കേൾക്കും. മലയാളം ചർച്ചയിൽ നിന്ന് അത് അയക്കുമ്പോൾ ഷെയർ ചെയ്യുമ്പോൾ നമ്മൾ കേൾക്കും. ഈ നാളുകളിലൊന്നും സംഭവിക്കാത്തൊരു കാര്യം, വളരെ വല്ല വിദേശയാത്രയോ വല്ലതും ആണെങ്കിൽ മാത്രമാണ് ഈ ലേറ്റ് ആകുന്നത്. അല്ലെങ്കിൽ ഞാനത് കാണാൻ അല്ലെങ്കിൽ കിട്ടാൻ താമസിക്കുന്നതൊക്കെ. ഇത് നടന്നില്ല. അപ്പം ഞാൻ ഈ അസ്ഥികൾ എൻ്റെ മനസ്സിൽ കിടക്കുക. യഥാർത്ഥത്തിൽ അത് എന്താണ് ദൈവം അതിന്റെ 6:15 ഞാൻ ഉടനെ മലയാളം നോക്കി. അവസാനം 4:45 ഈ രണ്ടും കൂടെ ഒന്നിച്ചൊന്ന് ഡൗൺലോഡ് ചെയ്തിട്ട് വേണം അയക്കാൻ. അവസാനം 4:45 ഞാൻ മലയാളം തന്നെ ഇട്ടു. എന്നിട്ട് ബദറിനൊരു മെസ്സേജ് ഇട്ടു, സന്തോഷ് പറഞ്ഞു, ബദറെ എനിക്കത് ആക്സസ് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ, നമ്മുടെ സൈറ്റിൽ കാണുന്നില്ലല്ലോ. ബദർ അത് കണ്ടപ്പം ബദർ എനിക്കൊരു മെസ്സേജ് ഇട്ട്, ബദറെ അത് CFC ഇന്ത്യ എന്ന് പറഞ്ഞൊരു വെബ്സൈറ്റ് ഉണ്ട്, അവിടെ ഇട്ടിട്ടുണ്ട്. ബദർ അത് കണ്ടതിന്റെ ലിങ്കും എനിക്ക് ഇട്ട് തന്നു. ഉടനെ 6:15 സമയത്ത് ഞാനത് ഇട്ടു. ബദർ അയച്ചു തന്നതിന് ശേഷം കർത്താവിനോട് സംസാരിക്കുകയായിരുന്നു. അവിടെ ഒരു അസ്ഥി ഒടിയുന്നൊരു അനുഭവം. ഇവിടെ ഒരു പ്രൈഡ് എന്താണ്? നമ്മുടെ സമയക്ലപ്തത. ഞാൻ ആരെയും അല്ലെങ്കിൽ സഹോദരങ്ങൾ അങ്ങനെ എന്നുള്ളതല്ല, അല്ല ഞാൻ ചിന്തിച്ചു. പക്ഷെ എങ്കിലും ഉദ്ദേശം നല്ലതാ. പക്ഷെ അതിന്റെ പുറകിലും കർത്താവ് ഒരു അസ്ഥിയെ കണ്ടു. അപ്പൊ ഞാൻ ഇന്ന് തീരുമാനിച്ച ദൈവമേ, ഞാൻ ഇനി അങ്ങനെ ടൈമൊന്നും ഇട്ട് ആരും വായിച്ചു നോക്കി ഇത് കേൾക്കണമെന്നില്ല. എപ്പോ ഇതൊക്കെ കിട്ടുന്നു അപ്പൊ അയക്കും. കർത്താവ് ഉടയ്ക്കുന്നത് അതിനകത്തൊരു സന്തോഷം എനിക്ക് തോന്നി. കർത്താവെ എനിക്ക് കാണിച്ചു തന്നല്ലോ. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ കരുണയാണ് നമ്മളെ നടത്തുക, മുമ്പോട്ട് നടത്തുക. നമ്മുടെ ജീവിതത്തിലൊക്കെ ഒടിയപ്പെടാത്ത ഒരുപാട് അസ്ഥികൾ ഉണ്ടാവും എന്ന് ഞാൻ കരുതുന്നു. എൻ്റെ ജീവിതത്തിൽ അനേകം ഉണ്ടാവും. ഇന്നലെ കരുണയാൽ ഒരെണ്ണം കണ്ടു. കർത്താവ് നമ്മൾ ചില സമയങ്ങളിൽ ചില വചനങ്ങൾ തന്നേച്ച് അതിലേക്ക് നമ്മളെ ഒന്ന് ഉറപ്പിക്കുന്ന കാര്യമായിട്ട് എനിക്കിത് ബോധ്യപ്പെട്ടത്. രണ്ടാമത് നമ്മൾ ആത്മാവിന്റെ അല്ലെങ്കിൽ മനസാന്തരത്തിന്റെ ഒന്നാമത്തെ ഫലമായിട്ടാണ് നമ്മൾ കണ്ടത്. ഒന്ന്, ഈ പറഞ്ഞ ഇപ്പോൾ അസ്ഥികൾ ഒടിയുന്നൊരു അനുഭവം, അല്ലെങ്കിൽ ഈ രക്ഷയുടെ സന്തോഷത്തിലേക്ക് മടങ്ങി വരുന്ന കാര്യം. രക്ഷയുടെ സന്തോഷം 51-ാം അധ്യായത്തിൽ എത്ര മനോഹരമായിട്ടാണ് അത് പറയുന്നത് അല്ലേ. ദൈവമേ നിർമ്മലമായ, പിന്നെ നമുക്ക് ആ സ്പർശതയുള്ള മനസാക്ഷിയിലേക്ക് മടങ്ങി വന്നു. നിർമ്മലമായ ഒരു ഹൃദയം എന്നെ സൃഷ്ടിച്ച് സ്ഥിരമായ ഒരു ആത്മാവിനെ എന്നിൽ പുതുക്കണമേ. നിന്റെ പരിശുദ്ധാത്മാവിനെ എന്നിൽ എടുത്തു കളയരുതേ. നിന്റെ രക്ഷയുടെ സന്തോഷം എനിക്ക് തിരികെ തരണമേ. മനസ്സൊരുക്കമുള്ള ഒരു ആത്മാവിനാൽ എന്നെ താങ്ങണമേ. എത്ര മനോഹരമായ ഒരു സങ്കീർത്തനം. ലോകത്തിലെ ഏറ്റവും വലിയ പരാജയം, ലോകത്തിന്റെ മുമ്പിൽ 3000 വർഷമായിട്ട് ഈ പാപവുമായിട്ട് നിൽക്കുന്ന ഒരു ദാവീദിന്റെ ഹൃദയത്തിൽ നിന്ന വാക്കുകളാണ്. തന്നെ എക്സ്പോസ് ചെയ്യാൻ, വലിച്ചെറിഞ്ഞ്. ഇന്നും നമുക്ക് അതുകൊണ്ടാണ് ഞാൻ വിചാരിക്കുന്നത് ദൈവം അവനെ നീതിമാനായിട്ട് കണക്കിട്ടത്. തന്റെ ഹൃദയത്തോട് ചേർന്ന മകൻ എന്ന് പറയാൻ ഇടയായത് ദാവീദിന്റെ ഈ ഒടിഞ്ഞ അസ്ഥിക്ക് ശേഷമുള്ള അവന്റെ നന്മകളാണ്, അവന്റെ താഴ്മയാണ്. മനുഷ്യന്റെ മുമ്പിൽ നമ്മൾ തുടക്കത്തിൽ ചിന്തിച്ചു, മനുഷ്യന്റെ മാനം അന്വേഷിക്കുകയില്ല. പ്രൈഡിന്റെ അവസാന കണകയും നമ്മളിൽ നിന്ന് മാറ്റാൻ ദൈവം ആഗ്രഹിക്കുന്ന കാരണം അത് കൂടാതെ ആ പ്രൈഡ് നമ്മളിൽ നിന്ന് മാറ്റപ്പെടുന്നില്ലെങ്കിൽ പ്രിയപ്പെട്ടവരെ, നമുക്ക് ദൈവം ആഗ്രഹിക്കുന്ന ഒരു വിശുദ്ധ ജീവിതത്തിലേക്ക് നമുക്ക് വരാൻ പറ്റില്ല. നമുക്ക് കൃപ ലഭിക്കുകയില്ല. കൃപ കൂടാതെ നമുക്ക് അങ്ങനെ ഒരു ജീവിതം സാധ്യമല്ല. ഇതെല്ലാം ബാക്കിയെല്ലാം തിയറിയാണ്. നാം നിരാശപ്പെട്ട് രണ്ടാമത്തെ ഘട്ടത്തിൽ പോയി നിൽക്കും. പാപിയാണേ എൻ്റെ ജീവിതം, ആ നിലയിൽ കർത്താവേ എനിക്ക് രക്ഷയുണ്ടോ? ഈ നിരാശയിലേക്ക് നമ്മളെ സാത്താൻ കൊണ്ടുപോയെന്നിരിക്കും. അതുകൊണ്ട് നമ്മൾ ഈ പ്രൈഡിനെ ഏറ്റവും അധികമായിട്ട് നേരിടണം ഈ നാളുകളിൽ. നമ്മുടെ ജീവിതത്തിൽ പരാജയങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ ദൈവമേ എൻ്റെ ഒടിക്കാനുള്ള അസ്ഥികളെ മുഴുവൻ ഒടിച്ചേക്കണേന്ന് പറഞ്ഞ് ഏൽപ്പിച്ചു കൊടുക്കുക. നമ്മൾ തന്നെ തുറന്നിട്ട് കൊടുക്കുക. നമുക്ക് മനുഷ്യന്റെ മുമ്പിലുള്ള മാനം വേണ്ട. നമ്മള് യെശയ്യാവിന്റെ പുസ്തകത്തിൽ ഒരു വാക്യം കൂടി അത് സംബന്ധിച്ച് വായിക്കാം. എന്തുകൊണ്ടാണ് ഈ പഴയ നിയമം കൂടുതൽ ചിന്തിക്കുന്നതെന്ന് ഓർക്കുക. പക്ഷെ ഇങ്ങനെയുള്ള ജീവിതാനുഭവങ്ങൾ പലപ്പോഴും പഴയ നിയമത്തിലാവുള്ളത്. അതുകൊണ്ടാണ് നമ്മൾ അതിനോട് ചേർന്ന ചില വാക്യങ്ങളും ചിന്തിക്കുന്നത്.
പുതിയ നിയമത്തിൽ നമുക്ക് അപ്പസ്തലന്മാരുടെ ഉപദേശവും കർത്താവിന്റെ ജീവിതവുമാണ് കൂടുതലുള്ളത്. കർത്താവിന്റെ ജീവിതത്തിൽ ഈ കാര്യങ്ങൾ ഇല്ലാഞ്ഞത് കൊണ്ട് നമുക്ക് പലപ്പോഴും പഴയ നിയമത്തിലേക്ക് നമുക്ക് തിരിയേണ്ടി വരും. ഐസയ 61 ഇങ്ങനെ വായിക്കുന്നു, ഒന്നിന്റെ ചില വാക്യങ്ങൾ മാത്രം, 61 3, 7 മാത്രം ഞാൻ വായിക്കാം. സിയോനിലെ ദുഃഖിതന്മാർക്ക് വെണ്ണീറിന് പകരം അലങ്കാരമാലയും ദുഃഖത്തിന് പകരം ആനന്ദ തൈലവും വിഷന്റെ മനസ്സിന് പകരം സ്തുതി എന്ന മേലാടയും കൊടുക്കുവാൻ അവൻ എന്നെ അയച്ചിരിക്കുന്നു. നോക്കുക, ഈ ഒരു അസ്ഥി ഒടിഞ്ഞവന്റെ സന്തോഷമാണ് ഞാനിവിടെ കാണുന്നത്. നമുക്ക് കർത്താവ് അങ്ങനെയുള്ളവരെ പറ്റി പറയുന്ന 7-ാം വാക്യം, നാണത്തിന് പകരം അല്ലെങ്കിൽ ലജ്ജയ്ക്ക് പകരം നിങ്ങൾക്ക് ഇരട്ടിയായി പ്രതിഫലം കിട്ടും. ലജ്ജയ്ക്ക് പകരം അവർ തങ്ങളുടെ ഓഹരിയിൽ സന്തോഷിക്കും. അങ്ങനെ അവർ തങ്ങളുടെ ദേശത്തെ ഇരട്ടി അവകാശം പ്രാപിക്കും. നിത്യാനന്ദം അവർക്കുണ്ടാവും. പ്രിയപ്പെട്ടവരെ, അസ്ഥി ഒടിക്കപ്പെട്ടാൽ നമുക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങളായിട്ടാണ് കർത്താവ് അത് സ്പെസിഫിക് ആയിട്ട് കർത്താവ് പറഞ്ഞ കാര്യങ്ങളാണ്. നമുക്ക് ധൈര്യപ്പെടാൻ പ്രിയപ്പെട്ടവരെ, നമുക്ക് നമ്മുടെ പ്രൈഡിനെ ഞാനും ആഗ്രഹിക്കുന്നു. ഇന്നലെ ഇത് ചിന്തിക്കുമ്പോൾ കർത്താവ് എന്നെ ശുദ്ധീകരിക്കാതെ ഇത് സംസാരിക്കാൻ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ഇല്ലാത്തൊരു കാര്യം ഇതുകൊണ്ടെല്ലാം പ്രൈഡും പോയെന്നല്ല പറഞ്ഞത് ഞാൻ. എങ്കിലും അവിടെ ദൈവം കാണിച്ചു തരുമ്പോൾ അറ്റ്ലീസ്റ്റ് കർത്താവെ ഏറ്റു പറയാനായിട്ട് ഒരു സ്വാതന്ത്ര്യവും അല്ലെങ്കിൽ ഒരു സാവകാശവും തന്ന ശേഷമാണ് ഈ വചനത്തെ പറ്റി സംസാരിക്കാൻ എന്നെ അനുവദിച്ചെന്ന് ഞാൻ വിശ്വസിക്കുന്നു. രണ്ടാമത്തെ ഒരു കാര്യം മാനസാന്തരം കൊണ്ടുവരുന്ന രണ്ടാമത്തെ ഒരു ഫലം റെസ്റ്റിറ്റ്യൂഷനാണ്. റെസ്റ്റിറ്റ്യൂഷൻ എന്താണ്? റെസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ വേദനിപ്പിച്ചത് അല്ലെങ്കിൽ നമ്മൾ നഷ്ടപ്പെടുത്തിയത്, നമുക്ക് മറ്റൊരാളെ ഹർട്ട് ചെയ്തത് തിരികെ കൊടുക്കുന്നൊരു കാര്യം, അല്ലെങ്കിൽ നമ്മൾ മോഷ്ടിച്ചെടുത്തത് തിരിച്ചു കൊടുക്കുന്നൊരു കാര്യം, വഞ്ചിച്ചെടുത്തത് നമ്മൾ കത്തുമേശയ്ക്കൊക്കെ ഇവിടെ നമ്മൾ കൂടുമ്പോൾ നമ്മൾ ജോജി എപ്പോഴും പറയും, എന്തെങ്കിലും നമുക്ക് അല്ലെങ്കിൽ തുടക്കത്തിൽ തന്നെ സന്തോഷപൂർവ്വം പറയാറുണ്ട്, നമുക്ക് എന്തെങ്കിലും ഏറ്റു പറയാനുണ്ടെങ്കിൽ ഏറ്റു പറയണം. ഇല്ല എങ്കിൽ ആരോടെങ്കിലും നമുക്ക് എന്തെങ്കിലും ഒരു കാര്യമുണ്ടെന്ന്, നിന്റെ സഹോദരൻ നിന്നോട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നീ എന്ത് ചെയ്യണം? ഇപ്പം ബലിവസ്തു വെച്ച് നീ പോകണം. നമുക്ക് ബലിവസ്തു അല്ല ഉള്ളത്, നമുക്ക് കത്തുമേശയാണ് ഉള്ളത്. അപ്പൊ എന്ത് ചെയ്യണം? ഏറ്റവും അടുത്ത സന്ദർഭത്തിൽ നീ പോയി അത് പ്രാപിക്കണം. ഇതല്ലേ നമ്മൾ കേൾക്കുന്നതും. ആ ഒരു തീരുമാനത്തോടെയാണ് നമ്മൾ പലപ്പോഴും കത്തുമേശയിൽ ഈ ശുശ്രൂഷയിൽ പങ്കാളികളാകുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മൾ നിറവേറ്റാൻ ശ്രമിക്കാറുണ്ടോ? അത് ഇവിടെ വെച്ച് കത്തുമേശയ്ക്ക് എടുത്ത് നമ്മൾ മടങ്ങിപ്പോയി ആ കാര്യങ്ങൾ ആ സഹോദരൻ്റെ അടുത്ത് ചെന്നല്ല, സഹോദരി അടുത്ത് ചെന്നല്ല, ഭാര്യയോട് അല്ലെ മകനോട്, മകളോട്, അല്ലെങ്കിൽ കൂട്ടു സഹോദരനോട്, കർത്താവ് സഭയിൽ തന്നിരിക്കുന്നവരോട്, പുറത്തുള്ളവരോട് ഒരു അനുതാപ വാക്ക് പറഞ്ഞ് അല്ലെങ്കിൽ മടക്കി കൊടുക്കാത്തത് ക്രമീകരിക്കാനായിട്ട് നമ്മൾ ഉത്സാഹിക്കുന്നുണ്ടോ? നമ്മുടെ മാനസാന്തരം ശരിയായ നിലയിലുള്ളതാണെങ്കിൽ, ദൈവമുമ്പാകെയുള്ള താഴ്മയിൽ നിന്നുമാണ് നമ്മുടെ മാനസാന്തരം വന്നതെങ്കിൽ നാം അതിനായിട്ടും നമ്മൾ ഉത്സാഹിക്കണം എന്ന് കർത്താവ് ഓർപ്പിക്കുന്നു. പുതിയ ഉടമ്പടിയിലെ ഏറ്റവും നല്ല മാനസാന്തരം അല്ലെങ്കിൽ ഈ റെസ്റ്റിറ്റ്യൂഷന്റെ ഭാഗം ഇവിടെ കാണുന്നത് ആർക്കെങ്കിലും പറയാമോ? ഇവിടെ പുതിയ നിയമത്തില് ഒരിടത്താണ് നമ്മളിത് കാണുന്നത്. റെസ്റ്റിറ്റ്യൂഷനെ പറ്റി നമ്മൾ കാണുന്നത് ഒരിടത്താണ്. സക്കേവൂസിന്റെ ആ ഒരു കാര്യമാണ് ഏറ്റവും മനോഹരമായ ആ ഒരു തിരിച്ചു കൊടുക്കുന്നതിന്റെ, ആ റെസ്റ്റിറ്റ്യൂഷന്റെ കർത്താവ് കാണിച്ചു തന്ന, അല്ലെങ്കിൽ കർത്താവിന്റെ ജീവിതത്തിൽ കർത്താവ് ആയിരുന്നപ്പോ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ സംഭവിച്ചൊരു കാര്യമായിട്ട് നമ്മൾ കാണുന്നത്. അവിടെ നമ്മൾ വായിക്കുന്ന ഇങ്ങനെ 19-ന്റെ 1-ാം വാക്യം, ജെറീഹോയിൽ എത്തി കടന്നു പോകുമ്പോൾ ചുങ്കക്കാരിൽ പ്രമാണിയും ധനവാനുമായ സക്കായി എന്നു പേരുള്ള പുരുഷൻ യേശു എങ്ങനെയുള്ളവനെന്ന് കാണുവാൻ ശ്രമിച്ചു. വളർച്ച കുറിയവനായതുകൊണ്ട് പുരുഷാരെന്ന് വരെ കഴിഞ്ഞില്ല. അപ്പോൾ അവൻ മുമ്പോട്ടോടി അവനെ കാണേണ്ടതിന് ഒരു കാട്ടത്തിന്മേൽ കയറി. യേശു ആ വഴിയായി വരികയായിരുന്നു. നോക്ക്, ഇത് അവൻ ആഗ്രഹിച്ചെന്താ? യേശു എങ്ങനെയുള്ളവൻ എന്ന് കാണാൻ. അവന്റെ ആ ഓട്ടം, ഈ ധനവാനും സമൂഹത്തില് എല്ലാവരും ഒരു ചീഫ് ടാക്സ് കളക്ടറാ. അങ്ങനെയുള്ള ഒരുവൻ ഒരു സുബോധമില്ലാത്തവനെ പോലെ ഓടുന്ന രംഗം ഞാൻ ഇങ്ങനെ സങ്കല്പിച്ച് നോക്കുകയായിരുന്നു.
ഓടിപ്പോയി. അതും പോരാഞ്ഞിട്ടൊരു കാട്ടത്തിമേൽ അല്ലെങ്കിൽ ഒരു സിക്കമോർ വൃക്ഷത്തിന്റെ മേൽ കയറി. ഞാനിങ്ങനെ ചിന്തിക്കുകയായിരുന്നു, ദാവീദ് 32-ാം സങ്കീർത്തനത്തിൽ പറഞ്ഞ പോലെ തന്റെ പാപങ്ങളൊക്കെ തന്നെ വേട്ടയാടുന്ന, താൻ വഞ്ചിച്ചെടുത്ത, താൻ ചതിച്ച, തന്റെ ആ പ്രൊഫഷണൽ കാലഘട്ടത്തിൽ തന്നെ താൻ സമ്പാദിച്ച അന്യായമായ പണങ്ങളെ പറ്റി, ഇതൊക്കെ തന്റെ ഹൃദയത്തിൽ അസ്ഥി ഉരുകുന്ന പോലെ ഒരു കാര്യം അവരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ടാ യേശു എനിക്ക് മതിയായവനാണോ? ഇവൻ ഈ പറയുന്ന ആൾക്കാരൊക്കെ പറയുന്നു ഇവൻ പാപങ്ങൾ ക്ഷമിക്കുന്നവനാ, ഇവൻ രക്ഷിക്കുന്നവനാ, ഇവൻ സൗഖ്യമാക്കുന്നവനാ, ഇവൻ പാപികളുടെ കൂട്ടുകാരനാ എന്നൊക്കെയുള്ള ചില കേൾവിയായിരിക്കാം ഈ സക്കേബൂസിനെ കർത്താവിന്റെ വരുന്ന ഈ റോഡില് ഒരു സുബോധമില്ലാത്തവനെ പോലെ ഓടി അവൻ എങ്ങനെയുള്ളവനെന്ന് കാണണം, എനിക്ക് പറ്റിയവനാണോ, എനിക്ക് അവൻ്റെ അടുത്ത് ചെല്ലാൻ പറ്റുമോ? നമുക്ക് എത്ര ആവശ്യബോധം ഉണ്ടായിരുന്നു ഈ സക്കേബൂസിന്. സത്യത്തിൽ തന്റെ നിസ്സഹായതയുടെയും തന്റെ ആവശ്യബോധത്തിന്റെയും ഒരു മരത്തിലേക്ക് അവൻ കയറിയത്. സാധാരണ ഒരു കുറ്റബോധം നമ്മൾ രണ്ടാമത്തെ ഘട്ടം, താഴ്മയുടെ രണ്ടാമത്തെ ഘട്ടം എവിടെയാണ് നിൽക്കുന്നത്? പാപിയാണേ. അതൊരു താഴ്ചയിലേക്കാണ് നമ്മളെ കൊണ്ടുപോകുന്നത്, ഉയരത്തിലേക്കല്ല, ഒരു താഴ്ചയിലേക്ക്. ഇവിടെ നോക്കുക, സക്കേബൂസിന്റെ ആവശ്യബോധം അവനെ ആ ഒരു മരത്തിലേക്ക് കയറ്റി. ഒരു സാധാരണ ലജ്ജിക്കുന്ന ഒരു കാര്യം അല്ലേ? ഞാൻ ഓർക്കുന്നത് ഞാൻ ഓടുവോ എന്ന് ഞാൻ ഓർക്കുന്നത്, എനിക്ക് പോലും ഇപ്പം മനസ്സില്ല. ഓടുമായിരിക്കും, അങ്ങനെയുള്ള ആവശ്യം പാവബോധം തന്നാൽ. ഓടി ഒരു മരത്തിന്റെ മണ്ടേ കയറുക. അവിടെ ആണ് കർത്താവ് അവനെ മീറ്റ് ചെയ്യാൻ സന്ധിക്കുന്നതാ അല്ലെ? അവിടെ നമ്മൾ മുമ്പേ പറഞ്ഞു, ഡെസ്പറേറ്റ്ലി wanted to see Jesus. അവൻ ഡെസ്പറേറ്റ് ആണ്. അയ്യോ നിന്നു. അതൊരു ഒറ്റ വാക്യമാണ്, അത് ഫുൾ സ്റ്റോപ്പ് അല്ലെങ്കിലും അതൊരു മുഴുവൻ വാക്യമാണ്. കർത്താവ് ആ മനുഷ്യന്റെ മുമ്പിൽ അവൻ നിന്നു. കർത്താവിനോട്, കർത്താവേ, എന്റെ വസ്തുവകയിൽ പകുതി ഞാൻ ദരിദ്രർക്ക് കൊടുക്കുന്നുണ്ട്, വല്ലതും ചതിവായി വാങ്ങിയിട്ടുണ്ടെങ്കിൽ 4 മടങ്ങ് മടക്കി കൊടുക്കുന്നുവെന്ന് പറഞ്ഞു. നമുക്ക് അവന്റെ ഹൃദയത്തില്, അവൻ ന്യായപ്രമാണത്തിന് കീഴിലുള്ള വ്യക്തിയാ, അവൻ അബ്രഹാമിന്റെ മകനാണ്. ന്യായപ്രമാണത്തിലെ കണക്ക് പ്രകാരം അതൊന്നും 4 ഇരട്ടി ഇല്ല. അവിടെ നമ്മൾ ഒരു വാക്യം വായിക്കാം, നമ്പേഴ്സില്, സംഖ്യാപുസ്തകം 5-7 യഹോവ 5 തൊട്ട് വായിക്കാം. യഹോവ പിന്നെയും മോശയോടല്ല ചെയ്തത്, നീ ഇസ്രായേൽ മക്കളോട് പറയുക, ഒരു പുരുഷനോ സ്ത്രീയോ യഹോവയെ ദ്രോഹിച്ച് മനുഷ്യരുടെ ഇടയിൽ നടപ്പുള്ള വല്ല പാപവും ചെയ്തിട്ട് കുറ്റക്കാരായാൽ ചെയ്ത പാപം അവർ ഏറ്റുപറയുകയും തങ്ങളുടെ അകൃത്യത്തിന് പ്രതിശാന്തിയായി മുതലും അതിന്റെ 5-1 കൂട്ടി തങ്ങൾ അകൃത്യം ചെയ്തവന് പകരം കൊടുക്കണം. നോക്കുക, ഒരു നിയമമാണ്. പരിശുദ്ധാത്മാവ് ഇല്ലാത്ത ഒരു കാലത്ത് ഈ നിയമത്തിലൂടെ മനുഷ്യൻ അനുശാസിച്ചതൊക്കെ അവനെ ദൈവത്തിന്റെ അടുത്തേക്ക് അടുപ്പിച്ചില്ല, നമുക്കറിയാം. അതൊരു നിയമമാണ്. നോക്കുക, അവിടെ കർത്താവിനെ കണ്ടുമുട്ടിയ ഒരു ആവശ്യബോധത്തോടെ കർത്താവിന്റെ അടുത്തേക്ക് വന്നവൻ, അവൻ ആദ്യം പറഞ്ഞ പകുതി ഇതാ ഞാൻ ദാനം ചെയ്യുന്നു, ബാക്കി പകുതിയിൽ നിന്ന് ഞാൻ വഞ്ചിച്ചിട്ടുള്ള എല്ലാം 4 ഇരട്ടിയായി തിരിച്ചു കൊടുക്കുക. പ്രിയപ്പെട്ടവരെ, ഈ റെസ്റ്റിറ്റ്യൂഷൻ ആണ് കർത്താവ് എന്താ പറഞ്ഞത്? ഇവനും അബ്രഹാമിന്റെ മകനാകയാൽ ഇന്ന് ഈ വീടിന് രക്ഷ വന്നു, അവന്റെ ഭവനത്തിന് രക്ഷ വന്നു. അവന് മാത്രമല്ല, അവന്റെ ഭവനത്തിന് മുഴുവൻ ആ രക്ഷ വന്നു എന്നാണ് കർത്താവ് പറഞ്ഞത്. എന്തുകൊണ്ടാ പറഞ്ഞേ? അവൻ യഹൂദനായതുകൊണ്ടാണ്. അബ്രഹാമിന്റെ മകനല്ല, അബ്രഹാമിന്റെ അതേ ഹൃദയമുണ്ടായിരുന്നു. കർത്താവിനെ അന്വേഷിച്ച് കർത്താവിന്റെ ആ അനുസരണത്തിലേക്ക്, വിശ്വാസത്തിലേക്ക്, ആദ്യ കാഴ്ചയിൽ തന്നെ കർത്താവിന് ഹൃദയം കൊടുത്തവൻ. അബ്രഹാമിനെ നമ്മൾ എന്താ വായിക്കുന്നത്? എവിടേക്ക് പോകണമെന്ന് അറിയാതെ കർത്താവ് പറഞ്ഞിടത്തേക്ക് ഇറങ്ങി തിരിച്ചവൻ. ഇവനും ആദ്യമായി കാണുന്നു കർത്താവ് എനിക്ക് നിന്റെ ഭവനത്തിൽ വരണമെന്ന് പറഞ്ഞ ഉടനെ തന്റെ ഹൃദയം മുഴുവൻ കർത്താവിന്റെ മുമ്പിൽ, ജീവിതം മുഴുവൻ തുറന്നിട്ടവൻ, തന്റെ സമ്പത്തിനേക്കാൾ കർത്താവിനെ വിലമതിച്ചവൻ, അവനാണ് അബ്രഹാമിന്റെ മകൻ. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഇതിൽ നിന്നൊക്കെ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. 2 ദിനവൃത്താന്തത്തിൽ നിന്ന് ഒരു വാക്യം വായിക്കാം. അതിന്റെ 16-ാം അധ്യായത്തിൽ നിന്നും 9-ാം വാക്യം ഇങ്ങനെ വായിക്കാം. യഹോവയുടെ കണ്ണ് തന്നിൽ ഏകാഗ്രചിത്തന്മാരായിരിക്കുന്നവർക്ക് വേണ്ടി
തന്നെത്താൻ ബലവാനെന്ന് കാണിക്കേണ്ടതിന് ഭൂമിയിൽ എല്ലായിടവും ഊടാടിക്കൊണ്ടിരിക്കുന്നു. ഈ കണ്ണാണ് ആവശ്യബോധത്തിലിരുന്ന സക്കായിയെ കണ്ടത്. യഹോവയുടെ കണ്ണ് തന്നിൽ ഏകാഗ്രചിതനായ കർത്താവ്, എനിക്ക് മതിയായവനായ കർത്താവിനെ നോക്കിയിരിക്കുന്ന ഏതൊരുവനെയും, എന്ന് വിശ്വസിക്കുന്ന ഏതൊരുവനെയും ദൈവം ബലവാനെന്ന് കാണിക്കേണ്ടതിന്, കർത്താവ് ബലവാനെന്ന് കാണിക്കേണ്ടതിന് ഭൂമിയിൽ എല്ലായിടവും കർത്താവ് അന്വേഷിച്ചുകൊണ്ടിരിക്കുക. ഇന്നും ഈ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ഹൃദയത്തോട് കർത്താവ് നോക്കുക. എവിടെയെങ്കിലും ഒരു ആവശ്യബോധമുണ്ടോ? എവിടെയെങ്കിലും എൻ്റെ മകനോ മകൾക്കോ ഒരു നിസ്സഹായതയുണ്ടോ? കർത്താവേ, എനിക്ക് അങ്ങനെ അടുത്തേക്ക് വരണം, എനിക്കങ്ങ് മതിയായവനാണ് എന്നുള്ള ഒന്നലോടെ ബോധ്യത്തോടെ കർത്താവിൻ്റെ അടുത്തേക്ക് ചെല്ലുന്ന ഒരുവനെ പോലും കർത്താവ് അങ്ങനെയുള്ളവരെ അന്വേഷിച്ച് നടക്കുന്ന ഒരു കർത്താവാണ് നമുക്കുള്ളത്. പ്രിയപ്പെട്ടവരെ, ഈ ഒരു കാര്യം നമ്മുടെ ഹൃദയത്തിൽ ആഴത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സംസാരിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഇവിടെയും ഈ റെസ്റ്റിറ്റ്യൂഷനെ പറ്റി പറയുന്നതിന് മുമ്പ് എന്നെ കർത്താവ് നടത്തിയ ഒരു കാര്യം, ഞാൻ ചില നാളുകൾക്ക് മുമ്പ് എൻ്റെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ ഒരു നിറവ്, എൻ്റെ ഒരു അനുഭവം ഇല്ലാത്തതുപോലെ. ക്രിസ്ത്യ ജീവിതം വളരെ വരേണ്ടത് എനിക്ക് സ്നേഹത്തിലെന്നുള്ള കുറവല്ല, പക്ഷെ എങ്കിലും എനിക്ക് എവിടെയോ ദൈവമേ അങ്ങ് ആഗ്രഹിക്കുന്ന പോലെ ഒരു വളർച്ച എൻ്റെ ജീവിതത്തിൽ ഇല്ല. വർഷങ്ങൾ ഇത്രമേ ആയി, സമയങ്ങൾ നഷ്ടപ്പെടുന്ന ലോകത്തിന്റെ ഒരുപാട് കാര്യങ്ങളിലായിരിക്കുന്നു. പക്ഷെ എനിക്ക് അങ്ങനെയുള്ള ഏകാഗ്രത പോരാ. എനിക്ക് കർത്താവെ എന്നെ സഹായിക്കണമെന്നൊരു നിലവിളി ഒരു സമയത്തുണ്ടായപ്പോ കർത്താവ് എന്തുകൊണ്ടാണ് വൈകുന്നത്? ഞാൻ ഈ പരിശുദ്ധാത്മാവിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അപ്പം ഞങ്ങൾ ജേക്കബ് ബ്രദർ ഇങ്ങനെ ഞങ്ങളുടെ എപ്പോഴും ഞങ്ങൾ സംസാരിക്കുമ്പോൾ ബ്രദറും ഈ കാര്യങ്ങൾ പറയുമ്പോൾ എൻ്റെ ഹൃദയത്തിൽ ഇത് വലിയൊരു കർത്താവെ ഒരു രണ്ടാമതൊരു സ്പർശനം എനിക്ക് ആവശ്യമാണ്. എനിക്ക് നിറവ് ആവശ്യം. അവിടുത്തെ ആത്മാവിൽ കർത്താവ് പ്രത്യേകിച്ച് സഭയുടെ കാര്യങ്ങളിലൊന്നും വേണ്ട വിധം ഒരു ഉത്തരവാദിത്വം എടുക്കാനൊന്നും കഴിയുന്നില്ല. അങ്ങ് ആഗ്രഹിക്കുന്ന പോലെ ഒരു കാര്യം എൻ്റെ ജീവിതത്തിൽ ഇല്ലല്ലോ. അപ്പൊ അങ്ങനെയൊക്കെ ചിന്തിച്ചപ്പോ കർത്താവ് എന്നോട് ഒരു കാര്യം കാണിച്ചു തന്നു. അപ്പോ പരിശുദ്ധാത്മാവിന്റെ നിറവേറാൻ പ്രവർത്തിച്ചപ്പോ എൻ്റെ ജീവിതത്തിൽ ഞാൻ പറഞ്ഞു, എൻ്റെ ജീവിതത്തിൽ കുറവുള്ളത് എന്താണെന്ന് കാണിച്ചു തരണം. കർത്താവേ, ഇത് അങ്ങയുടെ കുഴപ്പമില്ല, എൻ്റെ കുഴപ്പമാണ്, അതെന്താണെന്ന് എനിക്ക് കാണിച്ചു തരണം. 3 കാര്യങ്ങൾ കർത്താവ് കാണിച്ചു തന്നു. 3 കാര്യങ്ങൾ. ബാക്കി അത് 3 ഉള്ളെന്നല്ല, എനിക്ക് തോന്നുന്നത് 3 കാര്യത്തിൽ, അല്പകാര്യത്തിൽ വിശ്വസനായിരിക്കുമ്പം അധികത്തിലും നമ്മൾ കർത്താവ് ബാക്കി കാണിക്കും. ഈ 3 കാര്യങ്ങളും ഈ റെസ്റ്റിറ്റ്യൂഷൻ സംബന്ധിച്ചുള്ളതാണ്, ഞാൻ മടക്കി കൊടുക്കാനുള്ളത്. അപ്പൊ ഞാൻ അത്യാവശ്യം നീതിമാനായ ഒരു മനുഷ്യനാണ് ഞാൻ ധരിച്ചിരുന്നത്. വളരെ സാമ്പത്തിക കാര്യങ്ങൾക്ക് വളരെ നീറ്റാണെന്നാണ് ഞാൻ എന്നെപ്പറ്റി ഒക്കെ എനിക്ക് സ്വയം ഒരു വിലയിരുത്തലുണ്ട്. കാരണം ബാല്യം മുതലേ കേട്ടു വളർന്നതാ. അപ്പൻ എന്നും പറയും, മറ്റുള്ളവരുടെ പണം നിന്റെ പണത്തെക്കാൾ വിലമതിച്ചോണം. പക്ഷെ അപ്പന് അവസാനം ഒരു വിശ്വാസത്തിൽ രക്ഷയുടെ അനുഭവത്തിൽ തന്നെ അപ്പം മരിക്കുന്നത്. സ്നാനപ്പെട്ടോ അതിൻ്റെ നിലയിലൊന്നും അല്ലെങ്കിലും വളരെ ഉറച്ച ബോധ്യത്തോടെ മരിക്കുന്നത്. അത് ബാല്യം മുതൽ 1-ാം ക്ലാസ് ഈ ഒരു ശിക്ഷണം അച്ഛൻ്റെ ഞാൻ അച്ഛനിൽ ലഭിച്ച വലിയൊരു നന്മയെ ഞാൻ നന്ദിയോടെ ഓർക്കുന്നു. അപ്പം ബാല്യം മുതൽ ഈ ഒരു കാര്യത്തിൽ സ്പർശിതാണ്. മറ്റുള്ളവരുടെ ഒന്നും നമുക്ക് നമ്മുടെ പോയാലും കുഴപ്പമില്ല. ഇങ്ങനെ ഇപ്പോഴൊരു പ്രിക്കോഷൻ എപ്പോഴും എടുക്കും. പക്ഷെ അങ്ങനെയൊക്കെ ഞാൻ ധരിച്ചതും കർത്താവ് കാണിച്ചതെന്ന് മറിച്ചൊരു കാര്യമാണ്. ഞാൻ ആ ഒരു കാര്യം 3 കാര്യം കൂടെ ഇന്ന് പങ്കുവെക്കാൻ സമയം ഒത്തിരി കടന്നു പോകും. ഒരു കാര്യമെങ്കിലും പറയാം. ഞാൻ 6-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ AKJ എന്ന് പറയുന്ന കാഞ്ഞിരപ്പള്ളി ഒരു സ്കൂളിലാണ്. അപ്പൊ അന്ന് ഈ സ്കൂളിൽ നിന്ന് ഈ ടിക്കറ്റ് കുറ്റി തന്നു വിടും. ഇത് ആനുവൽ ഡേക്കോ എന്തോ ഞാൻ ഓർക്കുന്നില്ല. അതിനകത്ത് ഒരു പ്രൈസൊക്കെ ഉണ്ട്. 10 ആയിരിക്കുന്ന 1 രൂപയുടെ കുറ്റികളാണ്, 10 എണ്ണത്തിന്റെ ഒരു ബുക്ക്. അങ്ങനെ ഓരോരുത്തർക്കും നിയോഗമോ നിങ്ങൾ ഇത്ര കുറ്റി ചെലവാക്കണം, 5 കുറ്റി ഒക്കെ ആയിരിക്കും തന്നു വിടുന്നത്. അപ്പൊ ഇത് നമ്മൾ പരിചയമുള്ളത് വീട്ടിൽ തന്നെ കുറെ മാക്സിമം പഠിപ്പിക്കാൻ നോക്കും. അച്ഛൻ ചിലപ്പോൾ ഒരു കുറ്റി ആയിരിക്കും എടുക്കുന്നത്, അല്ലെങ്കിൽ പിന്നെ ഉള്ളത് ആരുടെ അടുത്തേക്കും പേരപ്പൻ്റെയോ പാപ്പൻ്റെ ഒക്കെ അടുത്തേലും അവരുടെ ഓരോ കുറ്റി എടുക്കും. അപ്പൊ എനിക്ക് ഇങ്ങനെ ഇച്ചിരി ഒരു സാമൂഹ്യ ചുറ്റുപാട് ഉയർന്നു നിൽക്കുന്നുണ്ട്, കൂടുതൽ കുറ്റി ഏൽപ്പിക്കും. അപ്പൊ എത്രയൊന്നും ഞാൻ ഓർക്കുന്നില്ല അങ്ങനെയുള്ള. അപ്പൊ ഞാനിങ്ങനെ ഇതുമായിട്ടിരിക്കുക, എവിടെ പോകാനും നാണക്കേടായി. മനുഷ്യരോട് ഈ കുറ്റി എനിക്ക് ഭയങ്കര അഭിമാന പ്രശ്നമാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാനും എൻ്റെ ഒരു സുഹൃത്ത്, ഞങ്ങൾ ക്ലാസ്സിലുള്ള ഞങ്ങളുടെ അടുത്ത് ഏറ്റവും സമ്പന്നമായൊരു വീടുണ്ട്. അപ്പൊ ഇങ്ങനെ എങ്കിലും വളരെ അടുപ്പമാണ്, ഫാമിലി തമ്മിൽ വളരെ അടുപ്പമാണ്. അവിടെ ഒരു പ്രായമായ കാണുന്ന ഒരു അപ്പനുണ്ട്. അദ്ദേഹം ഇല്ല, അന്ന് തന്നെ ഒരു 70 വയസ്സിന് മുകളിൽ കാണും. അപ്പൊ ഞങ്ങൾ ഇദ്ദേഹത്തിന് മടിയാണ്. അങ്ങനെ ചെന്ന് കഴിഞ്ഞ് ഞാൻ ഓർക്കുന്നത്, ഞങ്ങളന്ന് ചെന്ന് ഇട്രാച്ചൻ അദ്ദേഹത്തിന് ഇട്രാച്ചൻ ചേട്ടാ ഇങ്ങനെ സ്കൂളിൽ നിന്നുള്ള അപ്പോൾ കയറ്റിയിരുത്തി. അപ്പൊ ചേട്ടാന്ന് വിളിച്ചതിനൊരു വഴക്കൊക്കെ പറഞ്ഞു, പേരപ്പാന്നല്ലേ വിളിക്കുന്നത്, ഒരു വഴക്കൊക്കെ പോയി. ഭയങ്കര സ്നേഹമാണ്. കയറ്റിയിരുത്തി അവസാനം പോലെ അകത്തോട്ട് പോയി ആ കുറ്റി. അപ്പം 2 കുറ്റി ഞങ്ങൾ പ്രതീക്ഷിച്ചു. 2 കുറ്റി എടുത്തിട്ട് പോയി അകത്തുനിന്നൊരു 20 രൂപ 10 രൂപയുടെ 2 നോട്ടുകളാണ്.
എടുത്തു കൊണ്ടുതന്ന് ഞങ്ങൾ താങ്ക്സ് ഒക്കെ പറഞ്ഞ് പോന്നു. വഴിയിലേക്ക് ഇറങ്ങിയപ്പോൾ കൂട്ടുകാരനാ കാശ് വെച്ചിരിക്കുന്നത്. നോക്കിയപ്പോൾ 3 10 രൂപ നോട്ടുണ്ട്, 30 രൂപ. പുതിയ നോട്ടാ, ഈ കെട്ട് പൊട്ടിച്ച്. അദ്ദേഹം വലിയ ധനവാനാ. പെട്ട് സേഫ് ചെയ്യുന്ന പോയി പുതിയ നോട്ട് 3 എണ്ണം ഉണ്ട്. അപ്പൊ ഇത് കണ്ടപ്പോ എന്റെ കൂട്ടുകാരന്റെ കണ്ണങ്ങ് തെളിഞ്ഞു പോയി. എനിക്കും സന്തോഷമെന്ന് വെച്ചാൽ, സത്യം പറഞ്ഞാൽ അപ്പന്റെ ഈ പഠിപ്പിലുള്ളത് കൊണ്ട് സത്യസന്ധമായിട്ട് പറയാം, എനിക്ക് ഒട്ടും സന്തോഷമൊന്നുമില്ല. പക്ഷെ എനിക്കിത് പറയാൻ ധൈര്യം, ഇദ്ദേഹം അയ്യോ നടിച്ചു രക്ഷപ്പെട്ടെന്നുള്ള പറ്റില്ല. ഞാനും അതിനകത്ത് പങ്കാളിയാണ്, ഞാൻ വലിയ പുണ്യാണെന്ന് കളിക്കുന്നില്ല. പക്ഷെ എങ്കിലും എന്റെ ഹൃദയത്തിൽ എവിടെയോ ഒരു വേദനയുണ്ട്. ഇത് പറയാൻ ധൈര്യമില്ല. കാരണം ഇവരുടെ സന്തോഷമെല്ലാം കാണുമ്പോൾ എനിക്കും സന്തോഷം. ഓക്കെ ആയിക്കോട്ടെ. ഞങ്ങൾ പോയി അന്ന് 10 രൂപയ്ക്ക് ഒത്തിരി കാര്യങ്ങൾ കിട്ടും. ഡയറി മിൽക്കിനൊക്കെ 1 രൂപയുള്ള കാലമാണ്. ഊണിന് 1 രൂപ പോലും ഇല്ല. 10 രൂപ എന്ന് പറഞ്ഞാൽ 2-3 ദിവസത്തേക്കുള്ള ആഘോഷമാണ്. ആഘോഷിച്ചു. പക്ഷേ എന്റെ ഹൃദയത്തിൽ ഒരു വേദനയായിട്ട് ഇത് കിടന്ന് കുറെ നാള്. അവസാനം ഞാനൊരു അസ്ഥിയില കണ്ടുപിടിച്ചു. ഇതിന് പരിഹാരം വേണമല്ലോ. അപ്പൊ ഈ വീട്ടിൽ നിന്ന് ഒരു ക്യാൻസർ ആയിട്ടൊരു ജോലിക്കാരന് ചികിത്സ കഴിഞ്ഞ് പിന്നെ അദ്ദേഹത്തിന് കട്ടിയായി പണിയൊന്നും ചെയ്യത്തില്ല. അതുകൊണ്ട് ഞങ്ങളുടെ അടുത്തുള്ള ഒരു മോണസ്ട്രി ഉണ്ട്. ആ മോണസ്ട്രിയിലാണ് ഇദ്ദേഹം വർക്ക് ചെയ്യാതെ. അവിടെ ആകുമ്പോൾ അച്ഛന്മാർ എന്തെങ്കിലും വാചയ്ക്ക് ചെറിയ പണിയൊക്കെ ചെയ്താൽ മതി. ഇവിടെ ഒത്തിരി ജോലിക്കാർ, 10-100 ജോലിക്കാരുള്ള വീടാണ്. അപ്പൊ അവിടെ അത് പറ്റുകയില്ല, അവരുടെ കൂടെ നിർത്തുകയില്ല. അപ്പൊ ഇവിടെ വന്ന് ഇദ്ദേഹം ജോലി ചെയ്യാം. അപ്പൊ ഞാനിന്ന് എനിക്കൊന്നും ഇത് മനസ്സിലുണ്ട്. ഇത് +2 അല്ല സോറി പ്രീ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത് ഞാൻ നോക്കി ഇത് തിരിച്ചു കൊണ്ട് കൊടുക്കാനുള്ള അഭിമാനം സമ്മതിക്കുന്നത്. നമ്മൾ കുറഞ്ഞു പോകല്ലേ. 10 രൂപ. അപ്പം ഞാൻ കൂട്ടുകാരനോട് പറഞ്ഞില്ല. കൂട്ടുകാരനോട് പറഞ്ഞ് നീ അവനെ കുറയ്ക്കണ്ട, ഞാനത് പരിഹരിക്കണം. കാരണം എന്റെ സമ്മതിക്കുന്ന കാര്യമല്ല. ഞാൻ ഇത് അന്നത്തെ എന്റെ ചിന്ത എത്രയാണെന്ന് ഞാൻ ഓർക്കുന്നില്ല. 50 കൊല്ലമായിരിക്കും. കോളേജിൽ പോകുമ്പോൾ നമ്മുടെ ലഭിച്ച കാശൊക്കെ ഉണ്ടല്ലോ. ഇതുകൊണ്ട് ഈ ക്യാൻസർ വന്ന് സൗഖ്യമായി അദ്ദേഹത്തിന്റെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു ഇത് വെച്ചു. അപ്പൊ അവിടുത്തെ ഒരു ജോലിക്കാരനാണ്. അപ്പൊ അവിടുന്ന് തൃപ്തി ഇല്ലാതെ പോകുന്നു എന്നൊക്കെ ഇങ്ങനെ ഒത്തിരി ന്യൂസുകളുണ്ട്. അവിടുന്ന് കൊടുക്കേണ്ടിരുന്നും കൊടുത്തില്ലെന്നോ എന്ന്. അപ്പൊ അതിനൊരു പരിഹാരമാകില്ല. അപ്പൊ ഞാൻ എന്റെ കാര്യം അസ്ഥിയില വെച്ചങ്ങ് മറച്ചു, ക്ലീനായി. അപ്പം ഇതാണ് സംഭവം. ഇതാണ് ഒന്ന് കർത്താവ് കാണിച്ചു തന്നത്. അപ്പം പയ്യെ അസ്ഥി ഒടിയുന്നൊരു കാര്യം ഇങ്ങനെ വന്നു അല്ലേ. ഞാൻ ഇന്ന് 62 വയസ്സുണ്ട്. ആ വീട്ടിൽ അപ്പനില്ല. ആ വീട്ടിലെ മകനും മരിച്ചുപോയി. മരുമകളോ വലിയ കാര്യമാണ്. ഞങ്ങൾ ഇപ്പം എപ്പോഴും അവിടെ ചെല്ലണം എന്നൊക്കെ പറയുമ്പോൾ ഞങ്ങളവിടെ സുവിശേഷം പറയാൻ ഇരിക്കുന്ന വീടുമാണ്. എപ്പോഴും എപ്പോഴും സ്വാതന്ത്ര്യമുള്ള വീടാണ്. അപ്പം ഞാൻ അതിനോട് പറഞ്ഞു, ഡയന നീ കൂടെ വരണം. കാരണം അവിടെ വേറെ ആരും ഇല്ല. അപ്പൊ ഈ സൗകര്യം മാത്രം താമസിക്കുന്ന കൂടെ ജോലിക്കാരും ഒക്കെ ആയിട്ട് വലിയൊരു ഭവനാണ്, രാജകൊട്ടാരം പോലൊരു വീടുമാണ്. അപ്പൊ അവിടെ ഇങ്ങനെ ആ മുറി പോലും കണ്ടു തിരിക്കല്ലോ, അതുപോലെ വലിയൊരു ഭവനം. അപ്പൊ ഈ വളരെ താഴ്മയുള്ള സ്ത്രീയാണ്. അവിടെ ചെന്നപ്പോ ഞങ്ങൾ 2 പ്രാവശ്യം പോയി. 2 പ്രാവശ്യം ചെന്നപ്പോൾ ഇദ്ദേഹം ഇവിടെ ഇല്ല. അപ്പൊ പിന്നെ ഞാൻ 3ാമത് ഇനി പോയി വിളിച്ചു ചോദിച്ചു, ആന്റി ഉണ്ടോ? അപ്പൊ ഉണ്ട്. പിന്നെ വരാൻ പറഞ്ഞു. ചെന്ന് കഴിഞ്ഞ ദിവസമാണ്. അപ്പൊ ഞാൻ പറഞ്ഞു ഇത് തീർത്തില്ല, ഇവിടെ ഇത് സംസാരിക്കണമെങ്കിൽ എനിക്കത് കടം തീർക്കണ്ടേ. അപ്പൊ ഞാൻ അപ്പൊ ചെല്ലുമ്പോൾ ഒരു അസ്ഥി ഒടിയുന്നൊരു ഇതുണ്ട്. ഇതൊക്കെ പറയുക. കാരണം നമ്മളോട് ചെന്നുകൊണ്ട് അങ്ങനെ ആലിംഗനം ചെയ്ത് കയറ്റുന്നു, ഭയങ്കര സ്നേഹമായിട്ട് സ്വീകരിക്കുന്നു, ഇവിടെ വരികയല്ലോ എന്നൊക്കെ പരാതിയൊക്കെ പരിഭവമൊക്കെ പറയുന്നു. ഇത് കഴിഞ്ഞ് ഞാനിത് പറയണമല്ലോ. അപ്പൊ എനിക്കുള്ള കൃപ തരണം, എനിക്ക് താഴ്മ തരണം. ഒരു നോക്കുന്നു. ഞാൻ ഇങ്ങനെ പറഞ്ഞു, ചേച്ചി ഇതിങ്ങനൊരു കാര്യമുണ്ട്, ഒരു കഥ പറയാം, 5 മിനിറ്റ് കേൾക്കാവോ? പിന്നെന്നാ പറയാ, കേൾക്കാം. അപ്പം ഈ കഥ പറഞ്ഞു. അപ്പം പുള്ളിക്കാരത്തി ഇങ്ങനെ അത്ഭുത സംഭവമായിട്ടിരിപ്പുണ്ട്. ഇതൊക്കെ ഇങ്ങനെ പറയേണ്ട കാര്യമുണ്ടോ എന്നുള്ള മട്ടിലാണ് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് അവിടെ ഇരുന്ന് ഒത്തിരി നേരം മറ്റു കാര്യങ്ങൾ. അപ്പം അന്ന് ഇന്ന് ഞാൻ സുവിശേഷം ഞാൻ പറയാല. എന്റെ കർത്താവ് എന്നോട് പറഞ്ഞു ഇത് ചെയ്യണം. അപ്പോൾ എനിക്ക് അതാണ് പ്രധാനം. അതുകൊണ്ട് എനിക്ക് ആദ്യം ഒരു മടിയൊക്കെ ആയിരുന്നു, എങ്ങനെയാ ഇത് വന്ന് ഞാൻ ഇതറിയും. പക്ഷെ ഇപ്പം ദൈവം എനിക്കുള്ള കൃപ തന്നുകൊണ്ട് ഞാൻ പറയാം. അപ്പൊ എന്ന് പറഞ്ഞ് ഞാൻ അദ്ദേഹത്തോട് ക്ഷമ ചോദിച്ചു. ഞാൻ എന്നോട് ക്ഷമിക്കണം, അതൊരു വിശ്വാസവഞ്ചനയാണ്. ഞങ്ങളെ സ്നേഹിച്ച ഒരു മനുഷ്യനോട് കാണിക്കില്ലായിരുന്നു. എൻ്റെ ബാല്യത്തിൽ വന്നൊരു എക്സ്ക്യൂസ് ഇല്ല. ഇന്ന് 62 വയസ്സായപ്പോൾ കർത്താവിനെ ഓർപ്പിച്ചു. ഞാൻ മറന്നുപോയ കാര്യമാണ്. ഞാൻ മറ്റേത് അത്തിയലയായിട്ട് അങ്ങ് പോയി കഴിഞ്ഞ കാര്യമാണ് എൻ്റെ ജീവിതത്തിൽ. അപ്പോൾ അന്ന് തത്തുല്യമായ ഒരു തുക, അപ്പം 10 രൂപയ്ക്ക് 10 രൂപ അല്ലല്ലോ ഇന്നത്തെ മൂല്യം. അപ്പോൾ അങ്ങനെ ഒരു തുക വാങ്ങിച്ചു. അവർ പറഞ്ഞു സന്തോഷം, ഞാനിത് എൻ്റെ ജോലിക്കാർക്കാക്കെല്ലാം കൊടുത്തോളാം എന്ന് പറഞ്ഞു. നമ്മൾ സന്തോഷം, ക്ഷമിച്ചു എന്നൊന്ന് പറയണം. അപ്പം ഓക്കെ, എല്ലാം നന്നായിട്ട് പോയി. ഞങ്ങളൊന്ന് പ്രാർത്ഥിച്ചോട്ടെ എന്ന് ചോദിച്ചു. പ്രാർത്ഥന മാത്രം ഇച്ചിരി പേടിയാണ്. കാരണം വെച്ചാൽ റോമൻ കത്തോലിക്കരുടെ ഏറ്റവും വലിയ കോട്ട. ആ വീട്ടിൽ അങ്ങനെ അച്ഛന്മാരുടെ എല്ലാം ഒരു വീടാണ്. എങ്കിലും ഇച്ചിരി പുറകോട്ടൊക്കെ ഒന്ന് മാറി. അത്രയും നേരം അടുത്ത് നിന്ന് ഇച്ചിരി പുറകോട്ട് മാറി നിന്ന് എല്ലാം പ്രാർത്ഥിച്ചു ഞങ്ങൾ പോകുന്നു. നന്ദി പറഞ്ഞു ഒക്കെ ഇങ്ങനെ പോകുന്നു. ഞാൻ പറഞ്ഞത്, ഞാൻ ആ അസ്ഥി ഒടിഞ്ഞതിന്റെ സന്തോഷം അനുഭവിച്ചു. ഒരു സമൂഹത്തിൽ അവിടെ ആ ഭവനത്തിലൊക്കെ അവിടെയുള്ള നമ്മുടെ ഒരു കാര്യം നോക്കാതെ, അപ്പൊ അവിടുത്തെ ജോലിക്കാരെല്ലാം അവിടെ അകത്തുണ്ട്, അവരെല്ലാം അറിയാം, എല്ലാം ഞങ്ങളുടെ അടുത്തുള്ളവരാണ്. ഒരു പക്ഷെ അവരറിഞ്ഞു കാണാൻ ഞാൻ ഈ പറയുന്നതൊക്കെ. ആയിക്കോട്ടെ, ദൈവം തരുന്ന കൃപയാൽ നമ്മൾ ചെയ്യുക. ഞാൻ പറഞ്ഞ ഒരു മേനി പറഞ്ഞതല്ല കേട്ടോ, നിങ്ങൾ അങ്ങനെ തെറ്റിദ്ധരിക്കല്ലേ. ദൈവം അസ്ഥി ഒടിക്കുമ്പോൾ
ഞാൻ പറഞ്ഞത് നീ ഒടിച്ച അസ്ഥികൾ ഉല്ലസിക്കട്ടെ എന്നുള്ളത് എൻ്റെ ജീവിതത്തിൽ ചെറിയൊരു അനുഭവമായിട്ട് കർത്താവ് തന്നതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. ഇനി ഓടിക്കാൻ ഒത്തിരി അസ്ഥി ഉണ്ടാവും. അതുപോലെ തന്നെ മറ്റ് കാര്യങ്ങൾ സെറ്റിൽ ചെയ്ത കാര്യങ്ങളുണ്ട്. അത് ഇത്രമാത്രം ഡയറക്റ്റ് അല്ല. നമ്മൾ പല മിസ്റ്റേക്കുകൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ഡയറക്റ്റ് ആയിട്ടുള്ളൊരു തെറ്റിന്റെ ഭാര്യ, പക്ഷെ അതും കാണിച്ചു തന്നപ്പോൾ അതും വിശ്വസ്തയോടെ ചെയ്യാനായിട്ട് ദൈവം സഹായിച്ച് ഇനി ഒന്നുകൂടെ ഉണ്ട്, അതുകൂടെ ചെയ്ത് തീർക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞത് ഈ അസ്ഥി ഒടിക്കുന്ന അനുഭവം നമ്മുടെ ജീവിതത്തിൽ കർത്താവിൻ്റെ ഉള്ള സന്തോഷത്തിലേക്ക് നമ്മളെ കൊണ്ടുവരും. ആ ഒരു അനുഭവത്തിൽ നമുക്ക് നിൽക്കണം. മാനസാന്തരത്തിന്റെ ഒരു ഫലമായിട്ട് ദൈവം കൃപയാൽ നമുക്ക് തരുന്ന അവരുള്ള ഒരവസരം പോലും നമ്മൾ നഷ്ടപ്പെടാതെ മുമ്പോട്ട് പോകണം എന്ന് ഞാനും ആഗ്രഹിക്കുന്നു. പക്ഷെ ഞാൻ ഇനി അവസാനിപ്പിക്കുമ്പോൾ ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞു. എവിടെയാണ് നമ്മൾ താഴ്മ കണ്ടെത്തേണ്ടത്? നമ്മൾ എവിടെയാ താഴ്മയുടെ ഫൗണ്ടേഷൻ എന്നാ പറഞ്ഞത്? എന്താ? ദൈവം നമ്മൾ വിശുദ്ധരായതുകൊണ്ട് നാം താഴ്മയുള്ളവരായിരിക്കണം. താഴ്മ പഠിക്കേണ്ടത് കർത്താവിൽ നിന്നാ, അല്ലേ? മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന വാക്യമേ. നമ്മൾ പറയുന്നത്, ഞാൻ താഴ്മയും ഉള്ളവനാകിയാൽ എന്നിൽ നിന്ന് പഠിക്കുവിൻ, എന്റെ മുഖമേക്കുവിൻ, എവിടെ കർത്താവ് പറയുന്നുണ്ട്. അപ്പോ ഈ കർത്താവിന്റെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ 1-2 വാക്യം കൊണ്ട് വായിച്ച് ഞാൻ നിർത്താം. യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായത്തിൽ 36 നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്, അവന്റെ ഒരു അസ്ഥിയും ഒടിഞ്ഞു പോകുകയില്ല എന്നുള്ള തിരുവെഴുത്ത് നിവൃത്തിയാകേണ്ടതിന് ഇത് സംഭവിച്ചു. ഏതാണ്? നമ്മൾ അറിയാം, 34 തൊട്ടോ എങ്കിലും പടയാളികൾ ഒരുത്തൻ കുന്തം കൊണ്ട് അവന്റെ വിലാപ്പുറത്ത് കുത്തി, ഉടനെ രക്തവും വെള്ളവും പുറപ്പെട്ടു. ഇത് കണ്ടവൻ സാക്ഷ്യം പറഞ്ഞിരിക്കുന്നു, അവന്റെ സാക്ഷ്യം സത്യമാകുന്നു. അപ്പൊ ഈ പറഞ്ഞിട്ട് നിങ്ങളും വിശ്വസിക്കേണ്ടത് സത്യം പറയുന്ന അവൻ അറിയുന്നു എന്ന് പറഞ്ഞ ശേഷം പറയാം, അവന്റെ അസ്ഥിയും ഒടിഞ്ഞു പോകുകയില്ല. എന്തിനാ എങ്ങനെ എഴുതിയിരിക്കുന്നത്? കർത്താവിന്റെ അസ്ഥി ഒന്നും ഒടിഞ്ഞു പോകാഞ്ഞതിന്റെ കാര്യം എന്താ? കാരണം അവനില് താഴ്മയുടെ പൂർണ്ണതയുണ്ടായിരുന്നു. അവനിൽ പ്രൈഡ് എന്ന് പറയുന്ന സാധനം ഇല്ലാഞ്ഞു. നമുക്ക് എത്ര ദൈവത്തിന്റെ ആ വിശ്വസ്തത നോക്കുക. ഇത്രമാത്രം കർത്താവ് പീഡകൾ ഏറ്റുവാങ്ങിയിട്ടും അവന്റെ ഒരു അസ്ഥി പോലും ഒടിയാതെ. അസ്ഥി ഒരു പ്രതീകമാണ്. അസ്ഥി നമ്മളെ വാസ്തവം, നമ്മുടെ കൈയൊടിയുന്നവരെല്ലാം പ്രൈഡ് കൊണ്ടല്ല, ഞാൻ പറഞ്ഞ അർത്ഥത്തിലല്ല, ആത്മീയ അർത്ഥം നോക്കുക. അവന്റെ ഒരു അസ്ഥി പോലും ഒടിഞ്ഞു പോയില്ല. പുറപ്പാട് എന്നൊരു വാക്യം കൂടെ വായിച്ച് ഞാൻ നിർത്താം. പുറപ്പാടിന്റെ 12-ാം അധ്യായത്തില് 46-ാം വാക്യവും പെസഹായുടെ നിബന്ധനകളാണല്ലോ. അവിടെ ഇങ്ങനെ വായിക്കുന്നു, 46, യഹോവ പിന്നെയും മോശയുടെ അഹ്റോനും കൽപ്പിച്ചത്, പെസഹയുടെ ചട്ടം ഇതാകുന്നു, അന്യജാതിക്കാരനായ ഒരുത്തരും അത് തിന്നരുത്. എന്നാൽ ദ്രവ്യം കൊടുത്ത് വാങ്ങിയ ദാസനൊക്കെയും പരിച്ഛേദനയേറ്റ ശേഷം അത് തിന്നാം. പരദേശിയും കൂലിക്കാരനും അത് തിന്നരുത്. അതത് വീട്ടിൽ വെച്ച് തന്നെ തിന്നണം. ആ മാംസം ഒട്ടും വീടിന് പുറത്ത് കൊണ്ടുപോകരുത്. അതിലൊരു അസ്ഥിയും ഒടിക്കരുത്. കുഞ്ഞാടിന്റെ ആ പ്രതീകമായിട്ട് രക്ഷകനായ കർത്താവിന്റെ നിഴലായിട്ട് ആ പെസഹ പഴയ നിയമത്തില് കാലത്തിൽ അവർ ആചരിക്കാനായിട്ട് മോശയോട് ആവശ്യപ്പെട്ടപ്പോ അവൻ കൊടുത്ത കൽപ്പനയിലും നോക്കുക, കർത്താവിന്റെ അസ്ഥി ഒടിഞ്ഞിരുന്നു. പ്രൈഡിനെ ഒടിക്കാൻ ഒന്നും ഉണ്ടായിരുന്നില്ല. അവനിൽ തകർക്കപ്പെടാനുള്ള ഒന്നും ഉണ്ടായിരുന്നില്ല. പ്രിയപ്പെട്ടവരെ, ഞാൻ ഒരു വാക്യം കൂടെ വായിച്ചു. നമുക്കുള്ള വാഗ്ദത്വം കൂടെ 34-ാം സങ്കീർത്തനത്തിൽ നിന്ന് ഒരു വാക്യം വായിച്ച് നമുക്ക് ക്ലോസ് ചെയ്യാം. 34-ന്റെ 18-ാം വാക്യം മുതൽ വായിക്കാം. ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നു. നീതിമാന്റെ അനർത്ഥങ്ങൾ അസംഖ്യമാകുന്നു, അവ എല്ലാറ്റിൽ നിന്നും യഹോവ അവനെ വിടുവിക്കുന്നു. അവന്റെ അസ്ഥികളെയെല്ലാം അവൻ സൂക്ഷിക്കുന്നു, അവയിലൊന്നും ഒടിഞ്ഞു പോകുകയില്ല. കർത്താവ് നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്ന ആ പ്രൈഡിന്റെ ആ അസ്ഥികളൊക്കെ ഒന്നൊന്നായി അവൻ ഒടിച്ച ശേഷം പിന്നീട് അത് ഒടിഞ്ഞു പോകാത്ത രീതിയിൽ, നമ്മളെ എസെക്കിയേലിന്റെ പുസ്തകത്തിൽ 37-ാം അധ്യായത്തിൽ നമ്മളിങ്ങനെ വാക്യമുണ്ട്, അസ്ഥികൾ അസ്ഥിയോട് ചേർന്നു. ആ ഒടിച്ച അസ്ഥികളൊക്കെ അവൻ കൂട്ടി യോജിപ്പിക്കും. പ്രിയപ്പെട്ടവരെ, കർത്താവിന്റെ ഈ സ്നേഹത്തിന്റെ പ്രവൃത്തി, നമ്മുടെ അസ്ഥി ഒടിഞ്ഞെന്നൊക്കെ നമുക്ക് തോന്നും, അതിൽ സന്തോഷത്തിന്റെ ആ ഘോഷങ്ങൾ ഉണ്ടാവണം. ദൈവമാണ് നമ്മളുടെ അസ്ഥി ഓടിക്കാൻ അനുവദിക്കുന്നത്. അത് നമ്മളെ പണിയേണ്ടതിനാണ്. ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു.
നമുക്ക് ദൈവം നമ്മോട് സംസാരിക്കട്ടെ. താങ്ക് യു.